ഹലോ ഡിയേഴ്സ്, എല്ലാ മക്കൾക്കും എജ്യൂമേറ്റിന്റെ മറ്റൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് 6ാം ക്ലാസ്സിലെ മക്കളുടെ ബേസിക് സയൻസിലെ 6th ചാപ്റ്റർ ആണ്. ടൈനി ചേംബേഴ്സ് ഓഫ് ലൈഫ് എന്നാണ് കേട്ടോ ഈ ചാപ്റ്ററിന്റെ പേര്. ഇതിന്റെ മലയാളം മീഡിയം ക്ലാസ് നമ്മൾ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ജീവന്റെ ഞറകൾ എന്നുള്ള ചാപ്റ്റർ. അത് കാണാത്തവർക്ക് വേണ്ടിയിട്ട് ഞാൻ അതിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. മലയാളം മീഡിയം കുട്ടികളുണ്ടെങ്കിൽ അത് കണ്ടു നോക്കുക. ക്ലാസ്സിലേക്ക് കിടക്കുന്നതിന് മുന്നേയായി ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. അതുപോലെ വീഡിയോ നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് കൂടെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ. അപ്പോൾ ശരി, നമുക്ക് നേരെ ക്ലാസ്സിലേക്ക് കടക്കാം. ഡു യു ലവ് ടു പ്ലേ വിത്ത് ടോയ് ഹൗസസ്? നിങ്ങൾക്ക് കളിവീട് ഉണ്ടാക്കി കളിക്കാൻ ഇഷ്ടമാണോ? യെസ്, ഇഷ്ടമായിരിക്കും അല്ലേ? Isn't it fun to build a toy house? Don't you make use of many materials around us to make toy houses and toys? അത് കളിക്കാൻ എന്താണ്, ഭയങ്കര രസമാണ് അല്ലേ? എല്ലാവർക്കും ഇഷ്ടമല്ലാത്ത ആരും ഉണ്ടാവില്ല. നമ്മൾ അങ്ങനെ ഒരു കളികൾ ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ ഒരുപാട് നമ്മുടെ ചുറ്റുമുള്ള ഒരുപാട് മെറ്റീരിയൽസ് ഒക്കെ യൂസ് ചെയ്യാറുണ്ട്. We have observed various construction activities going on around us. You might have seen construction of walls and houses. അതുപോലെ തന്നെ നമ്മുടെ ചുറ്റിലും വീടുകളും മറ്റും കെട്ടിടങ്ങളും ഒക്കെ ആയിട്ട് ഒരുപാട് കൺസ്ട്രക്ഷൻസ് നടക്കുന്നതും നിങ്ങൾ കണ്ടിട്ടുണ്ടല്ലേ? ഒബ്സർവ് ദ പിക്ചേഴ്സ് ഗിവൺ ബിലോ. താഴെ തന്നിട്ടുള്ള 2 പിക്ചേഴ്സ് നോക്കൂ. പിക്ചർ 1 എന്താണ്? എ കിഡ് ഈസ് പ്ലേയിങ് യൂസിങ് ബിൽഡിംഗ് ബ്ലോക്സ് വെച്ചിട്ട് ഒരു കുട്ടി വീടുണ്ടാക്കുന്നതാണ്, ടോയ് ഹൗസ് ഉണ്ടാക്കുന്നതാണ്. പിക്ചർ 2 ബിൽഡിംഗ് എ ഹൗസ് വിത്ത് ബ്രിക്സ്. ഒരു വീട് ബ്രിക്സ് വെച്ചിട്ട്, ഇഷ്ടികകൾ വെച്ചിട്ട് നിർമ്മിക്കുന്നതാണ്. You know that the toy house and buildings are constructed using building blocks. Is our body also made up of such basic units? Let's examine. Read the note given below. അപ്പോൾ ഈ ടോയ് ഹൗസ് ഉണ്ടാക്കുന്നതും അതുപോലെ നമ്മുടെ റിയൽ ഹൗസ് ഉണ്ടാക്കുന്നതും ഒക്കെ എന്താണ്, കുറച്ച് ബിൽഡിംഗ് ബ്ലോക്സ് വെച്ചിട്ടാണ് അല്ലെ, കട്ടകൾ വെച്ചിട്ടാണ് നിർമ്മിക്കുന്നത്. അപ്പൊ അതുപോലെ തന്നെ ആയിരിക്കും എന്തും മക്കളെ, നമ്മുടെ ബോഡിയും അതുപോലെ എന്തെങ്കിലും ഒരു ബിൽഡിംഗ് ബ്ലോക്ക് വെച്ചിട്ടാണോ നിർമ്മിച്ചിട്ടുള്ളത്? മക്കൾക്ക് എപ്പോഴെങ്കിലും അങ്ങനെ ഒരു സംശയം ഉണ്ടായിട്ടുണ്ടോ? എങ്ങനെ നമ്മുടെ ബോഡിയിലും കുറെ ബോഡി പാർട്സ് ഒട്ടിച്ചു വെച്ച് അല്ലെങ്കിൽ ചേർത്ത് വെച്ചാണോ നമ്മളുടെ ബോഡി ഉണ്ടാക്കിയിട്ടുള്ളത്? എങ്ങനെയാണ്, എന്താണ് നമ്മളുടെ ബോഡിയുടെ ബേസിക് യൂണിറ്റ് എന്താണ്? നമ്മൾ കഴിഞ്ഞ ചാപ്റ്ററിൽ നമ്മൾ പഠിച്ചു, അസോസിയേഷൻ ഓഫ് സബ്സ്റ്റൻസസ് എന്നുള്ള ചാപ്റ്ററിൽ നമ്മൾ പഠിച്ചു എന്ത്, നമ്മുടെ ചുറ്റിലുള്ള ഓരോ വസ്തുക്കളും നിർമ്മിച്ചിരിക്കുന്നത്, അതായത് ഓരോ ഒബ്ജക്ട്സും നിർമ്മിച്ചിരിക്കുന്നത് എന്താണ്, മോളിക്യൂൾസ് അല്ലെങ്കിൽ ആറ്റംസ് എന്നൊക്കെ പറയുന്ന ചെറിയ സ്മോളസ്റ്റ് യൂണിറ്റ്സ് കൊണ്ടാണ് അല്ലെ? അതുപോലെ തന്നെയാണോ നമ്മുടെ ബോഡിയും നിർമ്മിച്ചിരിക്കുന്നത് എന്നാണ് നമ്മൾ ഈ ചാപ്റ്ററിൽ നോക്കുന്നത്. നോക്കൂ, സെൽസ്. Our body is built up of basic units called cells. അതെ, നമ്മുടെ ശരീരവും അതുപോലെ ഒരു ബേസിക് യൂണിറ്റ് വെച്ചാണ് നിർമ്മിച്ചിരിക്കുന്നത്. ആ ബേസിക് യൂണിറ്റിനെ പറയുന്ന പേര് സെൽസ് എന്നാണ്. They are the basic units of all living things. നമ്മുടേത് മാത്രമല്ല, ജീവനുള്ള എല്ലാ വസ്തുക്കളുടെയും, എല്ലാ മൃഗങ്ങളുടെയും, എല്ലാ പക്ഷികളുടെയും, എല്ലാ പ്രാണികളുടെയും, എല്ലാ സസ്യങ്ങളുടെയും ഒക്കെ ബേസിക് യൂണിറ്റ് എന്താണ്? സെൽസ് ആണ്. അതൊക്കെ സെൽസ് വെച്ചിട്ടാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. The human body is made up of millions of cells. കോടിക്കണക്കിന് അല്ലെങ്കിൽ ലക്ഷക്കണക്കിന് സെൽസ് വെച്ചിട്ടാണ് മനുഷ്യന്റെ ശരീരം ഉണ്ടാക്കിയിട്ടുള്ളത്. There are many small and large organisms around us. നമ്മുടെ ചുറ്റും ചെറുതും വലുതുമായിട്ട് ഒരുപാടുള്ള ഓർഗാനിസംസ് ഉണ്ട്. Their bodies are also made up of cells. അവയുടെ ശരീരവും സെൽസ് വെച്ചിട്ടാണ് നിർമ്മിച്ചിട്ടുള്ളത്. The blocks used to build the house and the different colored blocks used by the child to build the toy house can be seen with our naked eyes. നമ്മൾ വീട് നിർമ്മിക്കുന്ന ഇഷ്ടികയും അതുപോലെ കുട്ടികൾ ടോയ് ഹൗസസ് ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന പ്ലേയിങ് ബ്രിക്സും ഒക്കെ എന്താണ്, നമുക്ക് നമ്മുടെ കണ്ണുകൊണ്ട് കാണാനായിട്ട് പറ്റും. നേക്കഡ് ഐസ് കൊണ്ട്, നഗ്നനേത്രങ്ങൾ കൊണ്ട് കാണാനായിട്ട് പറ്റും. Their peculiarities can also be identified. അവയുടെ പ്രത്യേകതകളും അല്ലെങ്കിൽ ഫീച്ചേഴ്സും നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റും. But we cannot see cells with our naked eyes. What could be the reason? പക്ഷേ നമുക്ക് നമ്മുടെ സെൽസ്, നമ്മുടെ ശരീരത്തിലുള്ള കോശങ്ങൾ അല്ലെങ്കിൽ സെൽസ് നമ്മുടെ നേക്കഡ് ഐസ് കൊണ്ട്, തുറന്നുകൊണ്ട്, നഗ്നനേത്രങ്ങൾ കൊണ്ട് കാണാനായിട്ട് പറ്റില്ല. അതിന്റെ റീസൺ എന്തായിരിക്കും? Don't you remember observing the stomata in leaves in our previous class? Which device did you use to observe it? Why did you use such a device? നമ്മുടെ മുൻപുള്ള ക്ലാസ്സിൽ ഇലകളിലുള്ള സ്റ്റൊമാറ്റ, പോഴ്സ്, ലീവ്സിലുള്ള പോഴ്സ് ആണ് അല്ലെ സ്റ്റൊമാറ്റ. അത് കണ്ടിട്ടുണ്ടായിരുന്നു അല്ലെ? ഒരു സെക്ഷനൊക്കെ എടുത്തിട്ട് നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. അതെങ്ങനെയാണ് നമ്മൾ കണ്ടത്? യൂസിങ് മൈക്രോസ്കോപ്പ് വെച്ചാണ് കണ്ടത്. അത് എന്തിനാണ് നമ്മൾ അത് കാണാൻ വേണ്ടിയിട്ട് മൈക്രോസ്കോപ്പ് യൂസ് ചെയ്തത്? അല്ലെങ്കിൽ നമ്മുടെ നേക്കഡ് ഐസ് കൊണ്ട് കാണാൻ പറ്റാത്തത് കാണാൻ എന്തിനാണ് മൈക്രോസ്കോപ്പ് യൂസ് ചെയ്തത്? ബിക്കോസ് ദോസ് ആർ ടൈനി പാർട്ടിക്കിൾസ് അല്ലെ? കാരണം അതൊക്കെ എന്താണ്, വളരെ ടൈനി ആയിട്ടുള്ള വളരെ ചെറിയ പാർട്ടിക്കിളാണ്, ചെറിയ കണങ്ങളാണ്. സെൽസ് ആർ വെരി ടൈനി. അതുപോലെ തന്നെയാണ് സെൽസ്.
സെൽസും എന്താണ് വളരെ ചെറുതാണ്. They cannot be seen using a hand lens. നമുക്ക് ഒരു ഹാൻഡ് ലെൻസ് ഉപയോഗിച്ച് സെൽസ് കാണാനായിട്ട് പറ്റില്ല. Then how can we observe them? നമുക്ക് പിന്നെ എങ്ങനെ ഒബ്സർവ് ചെയ്യാം? We can use microscope അല്ലെ? We use a microscope to observe things that cannot be seen by naked eyes. നമ്മുടെ നഗ്ന നേത്രങ്ങൾ കൊണ്ട് കാണാൻ കഴിയാത്ത വസ്തുക്കളെ കാണുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നതാണ് മൈക്രോസ്കോപ്പ്. ഇനി നമുക്ക് മൈക്രോസ്കോപ്പിനെ കുറിച്ച് കുറച്ച് കാര്യങ്ങൾ നോക്കാം. ലെറ്റ്സ് ലേൺ മോർ അബൌട്ട് മൈക്രോസ്കോപ്പ്. Take a microscope from the school science lab and examine its parts with the help of your teacher. Which parts can you identify? Observe the given picture and record the parts of the microscope in your science diary. ഇപ്പോൾ നിങ്ങളുടെ സയൻസ് ലാബിലുള്ള ഒരു മൈക്രോസ്കോപ്പ് ടീച്ചറുടെ ഹെൽപ്പോട് കൂടിയിട്ട് ക്ലാസ്സിലേക്ക് കൊണ്ടുവരിക. എന്നിട്ട് എന്ത് ചെയ്യുക, അതിന് എന്തൊക്കെ പാർട്സ് ഉണ്ട്, ഏതൊക്കെ ഭാഗങ്ങളുണ്ടെന്ന് ടീച്ചറുടെ സഹായത്തോട് കൂടിയിട്ട് എഴുതുക. നോക്കൂ, നമുക്കൊരു മൈക്രോസ്കോപ്പിന്റെ പിക്ചർ താഴെ തന്നിട്ടുണ്ട്. അതിൽ എന്തൊക്കെ പാർട്സ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്? മാർക്ക് ചെയ്ത് തന്നിട്ടുണ്ട്. ഐ പീസ് ഉണ്ട്, ഒബ്ജക്റ്റീവ് ലെൻസ്, സ്റ്റേജ്, നോബ്സ്, ക്ലിപ്സ്, കണ്ടൻസർ, മിറർ. ഇത്രയും പാർട്സ് ആണ് ഒരു മൈക്രോസ്കോപ്പിന് ഉള്ളത്. Now you have understood the different parts of a microscope. Let's observe cells. ഇനി നമുക്ക് സെൽസിനെ നിരീക്ഷിക്കാം. Shall we observe some cells of the human body using a microscope? Cells can easily be taken from the inner part of the cheek. Let's see how cells are taken from the cheek. What materials are required for this? ഇനി നമുക്ക് നമ്മളുടെ ഹ്യൂമൻ ബോഡിയിലുള്ള കുറച്ച് സെൽസ് ഒബ്സർവ് ചെയ്യാം മൈക്രോസ്കോപ്പ് വെച്ചിട്ട്. അപ്പോൾ നമുക്ക് ഹ്യൂമൻ ബോഡിയിൽ നിന്ന് പെട്ടെന്ന് വളരെ ഈസി ആയിട്ട് സെൽസ് കിട്ടുന്ന ഒരു പാർട്ടാണ് നമ്മുടെ ചീക്കിന്റെ ഇന്നർ സൈഡ്, അതായത് നമ്മുടെ കവിളിന്റെ ഉൾവശം. അതിൽ നിന്ന് കുറച്ച് സെൽസ് എടുത്തിട്ട് നമുക്ക് ഇങ്ങനെ ചുരണ്ടി നോക്കിയാൽ തന്നെ സെൽസ് അവിടെ നിന്ന് കിട്ടും. അപ്പോൾ നമുക്കത് എടുത്തിട്ട് എന്ത് ചെയ്യാം, മൈക്രോസ്കോപ്പിൽ വെച്ചിട്ട് ഒബ്സർവ് ചെയ്യാം. അതിന് വേണ്ട മെറ്റീരിയൽസ് എന്തൊക്കെയാണ്? Materials required are toothpick, slide, methylene blue stain, cover glass. ഇത്രയും മെറ്റീരിയൽസ് വേണം. ഇനി എങ്ങനെയാണ് എക്സ്പെരിമെന്റ് ചെയ്യുന്നത്? Rinse the mouth thoroughly with clean water. ഒരു നല്ല ശുദ്ധജലം ഉപയോഗിച്ച് വായ നല്ലതുപോലെ കഴുകുക. Gently scrap the inside of the cheek using toothpick. ടൂത്ത്പിക്ക് ഉപയോഗിച്ച് നിങ്ങളുടെ കവിളിന്റെ ഉൾവശത്ത് നിന്ന് കുറച്ച് ഭാഗം ഇങ്ങനെ സ്ക്രാപ്പ് ചെയ്തെടുക്കുക, ഇങ്ങനെ ചുരണ്ടി എടുക്കുക. ചീക്ക് സെൽസ് ഗെറ്റ് അറ്റാച്ച്ഡ് അറ്റ് ദ ടിപ്പ് ഓഫ് ദ ടൂത്ത് പിക്സ്. പ്ലേസ് ദീസ് ചീക്ക് സെൽസ് അറ്റ് ദ സെന്റർ ഓഫ് ദ സ്ലൈഡ്. അപ്പോൾ നിങ്ങളുടെ ടൂത്ത് പിക്കിൽ കുറച്ച് കവിളിന്റെ ഉള്ളിലുള്ള കുറച്ച് ഒരു തോല് പോലുള്ള ചെറിയ ഭാഗം കിട്ടിയിട്ടുണ്ടായിരിക്കും. അത് നിങ്ങൾ സ്ലൈഡിൽ വെക്കുക. ആഡ് എ ഡ്രോപ്പ് ഓഫ് മെഥിലിൻ ബ്ലൂ സ്റ്റെയിൻ ടു ഇറ്റ്. അതിലേക്ക് കുറച്ച് മെഥിലിൻ ബ്ലൂ സ്റ്റെയിൻ ഒഴിക്കുക. പ്ലേസ് എ കവർ ഗ്ലാസ് ഓവർ ഇറ്റ്. എന്നിട്ട് അതിന് മുകളിൽ ഒരു കവർ ഗ്ലാസ് വെക്കുക. Place the slide on the microscope and observe. Try to draw the observed cells. എന്നിട്ട് ഈ സ്ലൈഡ് മൈക്രോസ്കോപ്പിൽ വെച്ചിട്ട് ഒബ്സർവ് ചെയ്യാം. നിങ്ങൾ കാണുന്ന സെൽസിന്റെ പിക്ചർ വരയ്ക്കാനും ശ്രമിക്കുക. അപ്പോൾ നമുക്ക് അവിടെ പിക്ചർ തന്നിട്ടുണ്ട്. ഏകദേശം അതുപോലെ നിങ്ങൾക്ക് മൈക്രോസ്കോപ്പിൽ ഇവിടെ നോക്കുമ്പോൾ കാണാനായിട്ട് സാധിക്കും. You have observed the cheek cells. Try to understand the parts of the cell with the help of the figure. അപ്പോൾ നിങ്ങൾക്ക് ഈ സെൽസിൽ എന്തൊക്കെ പാർട്ട് ഉണ്ടെന്ന് മനസ്സിലാക്കാനായിട്ട് പറ്റും. ഒരു സെൽ മെംബ്രെയിൻ ഉണ്ട്, അതായത് ഒരു വാള് പോലെ സെല്ലിന് ഒരു സെൽ മെംബ്രെയിൻ ഉണ്ട്. പിന്നെ സൈറ്റോപ്ലാസം ഉണ്ട്. അതുപോലെ നടുവിലായിട്ട് സെല്ലിന് ഉള്ളിലായിട്ട് ന്യൂക്ലിയസ് ഉണ്ട്. ഒരു കുറച്ചുകൂടെ ഡാർക്ക് ആയിട്ടുള്ള പോർഷൻ ഉണ്ടാവും, ന്യൂക്ലിയസ് ഉണ്ട്. What you have observed now are animal cells. ഇപ്പൊ നിങ്ങൾ കണ്ട ഈ സെൽ എന്താണ്? ഒരു അനിമൽ സെല്ലാണ്. അതായത് നമ്മളടക്കമുള്ള എന്താണ് പറയാ, ആനിമൽസിന്റെ അല്ലെങ്കിൽ ജീവികളുടെ സെല്ലാണ്. ആർ പ്ലാന്റ്സ് ഓൾസോ ലിവിങ് ബീങ്സ്. നമ്മൾ മനുഷ്യരെ പോലെ തന്നെ അല്ലെങ്കിൽ ആനിമൽസിനെ പോലെ തന്നെ എന്താണ്, പ്ലാന്റ്സും എന്താണ്, ജീവനുള്ള ഒരു വസ്തുവാണ്. ആർ പ്ലാന്റ്സ് ഓൾസോ മെയ്ഡ് അപ്പ് ഓഫ് സെൽസ് ലൈക്ക് ദിസ്? വാട്ട്സ് യുവർ ഗസ്? പ്ലാന്റ്സും ഇതുപോലെ സെൽസ് ഉണ്ടാക്കിയിട്ടുണ്ടാവുക? യെസ്, ഓഫ് കോഴ്സ് അല്ലേ. നമ്മൾ പറഞ്ഞു ജീവനുള്ള എല്ലാ ഘടകങ്ങളും അല്ലെങ്കിൽ ജീവനുള്ള എല്ലാ വസ്തുക്കളും സെൽസ് കൊണ്ടാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ നമുക്കറിയാം പ്ലാന്റ്സിന് ജീവനുണ്ട്, അതുകൊണ്ട് അവയും സെൽസ് കൊണ്ടാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. ഇനി പ്ലാന്റില് സെല്ല് കൊണ്ടാണ് ഉണ്ടാക്കിയിട്ടുള്ളത് എന്നറിയാൻ നമുക്കൊരു എക്സ്പെരിമെന്റ് ചെയ്യാം. ലെറ്റ്സ് ഒബ്സർവ് ദ സെൽസ് ഇൻ ഒനിയൻ. നമുക്ക് ഒനിയനുള്ള സെൽസ് നമുക്ക് എടുത്തു നോക്കാം. അതിന് വേണ്ട മെറ്റീരിയൽസ് ഒനിയൻ, ബ്ലേഡ്, ഫോർസെപ്സ്, നീഡിൽ, വാച്ച് ഗ്ലാസ്, സഫ്രൈൻ സ്റ്റെയിൻ, ഗ്ലിസറിൻ, പ്യൂർ വാട്ടർ, കവർ ഗ്ലാസ്, ടിഷ്യൂ പേപ്പർ, സ്ലൈഡ് തുടങ്ങിയവയാണ്. ഇനി എക്സ്പെരിമെന്റ് എങ്ങനെയാ വരുന്നത്? ടേക്ക് എ തിൻ ലെയർ ഫ്രം എ ക്ലീൻഡ് ഒനിയൻ യൂസിങ് ഫോർസെപ്സ്. ഒരു നല്ല വൃത്തിയാക്കിയ ഒണിയോണിൽ നിന്ന് ഒരു ഫോർസെപ്സ് ഉപയോഗിച്ച് അതിന്റെ ഒരു തിന്നായിട്ട് വളരെ കനം കുറഞ്ഞ ഒരു ലെയർ എടുക്കുക. കട്ട് ഇറ്റ് ഇൻടു സ്മോൾ പീസസ് ആൻഡ് പുട്ട് ഇറ്റ് ഇൻ എ വാച്ച് ഗ്ലാസ് കണ്ടെയ്നിങ് ഡൈല്യൂട്ട് സാഫ്രൈൻ സ്റ്റെയിൻ. എന്നിട്ട് അത് വളരെ ചെറിയ പീസസ് ആക്കിയിട്ട് അതിലൊരു പീസ് വാച്ച് ഗ്ലാസ്സിൽ വെക്കുക. അതിൽ എന്ത് വേണം? ഡൈല്യൂട്ട് ചെയ്തിട്ടുള്ള നേർപ്പിച്ചിട്ടുള്ള സഫ്രൈനിൻ സ്റ്റെയിൻ വേണം കേട്ടോ.
After some time, take 2 or 3 pieces of stained onion from the watch glass and place it in another watch glass containing pure water. അതിനുശേഷം ആ വാച്ച് ഗ്ലാസ്സിൽ നിന്ന് ഒന്നോ രണ്ടോ മൂന്നോ പീസ് എടുത്തിട്ട് വേറൊരു വാച്ച് ഗ്ലാസ്സിലേക്ക് വെക്കുക. ആ വാച്ച് ഗ്ലാസ്സിൽ എന്ത് വേണം? നല്ല പ്യുവർ ആയിട്ടുള്ള കുറച്ച് വെള്ളവും വേണം. ടേക്ക് 1 piece ഫ്രം പ്യുവർ വാട്ടർ ആൻഡ് പ്ലേസ് ഇറ്റ് ഇൻ ഗ്ലിസറിൻ ഓൺ ദ സ്ലൈഡ്. എന്നിട്ട് ആ പ്യുവർ വാട്ടറിൽ മുക്കിയ ആ ഒരു ഒനിയൻ്റെ ആ ഒരു ചെറിയ പീസ് എന്ത് ചെയ്യുക? ഒന്ന് ഗ്ലിസറിനുള്ള സ്ലൈഡിലേക്ക് വെക്കുക. പ്ലേസ് എ കവർ ഗ്ലാസ് ദിസ് വിത്ത് ദ ഹെൽപ്പ് ഓഫ് നീഡിൽ. ഒരു നീഡിലിന്റെ സഹായത്തോട് കൂടിയിട്ട് അതിന് മുകളിൽ ഒരു കവർ ഗ്ലാസ് പ്ലേസ് ചെയ്യുക. വൈപ്പ് ഓഫ് എക്സസ് ഗ്ലിസറിൻ വിത്ത് ടിഷ്യൂ പേപ്പർ. അധികമായിട്ട് ഗ്ലിസറിൻ ഉണ്ടെങ്കിൽ ടിഷ്യൂ പേപ്പർ കൊണ്ടൊന്ന് തുടയ്ക്കുക. ഒബ്സർവ് ദ പ്രിപ്പയർഡ് സ്ലൈഡ് അണ്ടർ ദ മൈക്രോസ്കോപ്പ്. ഈ സ്ലൈഡ് എന്ത് ചെയ്യുക? മൈക്രോസ്കോപ്പിന് താഴെ വെച്ചിട്ടൊന്ന് ഒബ്സർവ് ചെയ്യുക. Don't you see cells similar to those in the figure? അങ്ങനെ ഒബ്സർവ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഈ ഫിഗറിൽ കാണുന്നത് പോലെയുള്ള സെൽസ് കാണാനായിട്ട് പറ്റും. Try to draw the cells you have observed. Don't you see similarities in the cheek and onion cells? എന്നിട്ട് ആ പിക്ചർ ഒന്ന് നിങ്ങൾ വരയ്ക്കാനായിട്ട് ശ്രമിക്കുക. നിങ്ങൾക്ക് എന്ത് കാണാനായിട്ട് പറ്റും മക്കളെ? നമ്മുടെ ചീക്ക് സെൽസും അതുപോലെ ഓനിയൻ്റെ ഈ സെൽസും സിമിലാരിറ്റീസ് ഉള്ളതായിട്ട് കാണാനായിട്ട് പറ്റുന്നുണ്ട് അല്ലേ? രണ്ടും ഏകദേശം ഒരുപോലെ തന്നെയല്ലേ? മാത്രമല്ല എന്താണ് നമ്മളുടെ ചീക്ക് സെൽസിലുള്ളതുപോലെ തന്നെ ഇതിനും നോക്കൂ സെൽ മെംബ്രൈനും സൈറ്റോപ്ലാസവും ന്യൂക്ലിയസും ഒക്കെ ഉള്ളതായിട്ട് കാണാനായിട്ട് പറ്റുന്നുണ്ട് അല്ലേ? ഹാവിൻ യു അണ്ടർസ്റ്റുഡ് ദാറ്റ് സെൽസ് ആർ ദ ബേസിക് യൂണിറ്റ്സ് ഓഫ് പ്ലാന്റ്സ് ആൻഡ് ആനിമൽസ്? ഇപ്പൊ നിങ്ങൾക്ക് എന്തോ മനസ്സിലായി? പ്ലാന്റ്സിന്റെയും ആനിമൽസിന്റെയും ബോഡിയുടെ ബേസിക് യൂണിറ്റ് എന്ന് പറയുന്നത് സെൽസ് ആണെന്ന് മനസ്സിലാക്കാനായിട്ട് സാധിച്ചില്ലേ? ഇനി നമുക്കിവിടെ റോബർട്ട് ഹുക്കിനെ കുറിച്ച് ചെറിയൊരു ആർട്ടിക്കിൾ തന്നിട്ടുണ്ട്. റീഡ് ചെയ്ത് നോക്കൂ. ആരാ റോബർട്ട് ഹുക്ക്? ദ സെൽ വാസ് ഡിസ്കവേർഡ് ബൈ റോബർട്ട് ഹുക്ക് ഇൻ 1665. 1665 സെല്ല് ഡിസ്കവർ ചെയ്ത ആളാണ് ആര്? റോബർട്ട് ഹുക്ക് എന്ന് പറയുന്നത്. He observed a small portion of cork taken from an oak tree through a microscope designed by him. അദ്ദേഹം ഒരു ഓക്ക് മരത്തിൽ നിന്നുള്ള ചെറിയൊരു കോർക്കിന്റെ പോർഷൻ എടുത്തിട്ട് അത് അദ്ദേഹം തന്നെ ഡിസൈൻ ചെയ്തിട്ടുള്ള മൈക്രോസ്കോപ്പിലൂടെ എന്ത് ചെയ്തു? ഒബ്സർവ് ചെയ്തു. ഹി ഫൗണ്ട് ന്യൂമറസ് ഏരിയാസ് ലൈക്ക് ടൈനി ചേമ്പേഴ്സ്. ആ സമയത്ത് ഒരുപാട് ചെറിയ ചെറിയ കുഞ്ഞറകളെ പോലെ ടൈനി ചേമ്പേഴ്സ് ആയിട്ടുള്ള ഒരുപാട് ഏരിയകൾ അദ്ദേഹത്തിന് ഒബ്സർവ് ചെയ്യാനായിട്ട് സാധിച്ചു. ഹി കോൾഡ് ഇറ്റ് സെല്ല. അദ്ദേഹം അതിനെ സെല്ല എന്ന് വിളിച്ചു. ദ ലാറ്റിൻ വേർഡ് സെല്ല മീൻസ് എ സ്മോൾ റൂം. നൗ വി കോൾ ഇറ്റ് സെൽ. ഈ സെല്ല എന്നുള്ളത് ഒരു ലാറ്റിൻ വേർഡാണ്. ലാറ്റിൻ വേർഡിന്റെ മീനിങ് എന്താണ്? സ്മോൾ റൂം, ചെറിയ റൂം എന്നാണ് അർത്ഥം. ഈ സെല്ലയാണ് നമ്മൾ ഇന്നത്തെ കാലത്ത് ഇപ്പോൾ സെൽസ് എന്ന് പറയുന്നത്. വണ്ടർ വേൾഡ് ഇൻ എ ഡ്രോപ്പ് ഓഫ് വാട്ടർ. ഇനി ഒരു തുള്ളി വെള്ളത്തിലെ മായാലോകം എന്തൊക്കെയാണെന്ന് നമുക്ക് കാണാം. ലെറ്റ്സ് ഒബ്സർവ് എ ഡ്രോപ്പ് ഓഫ് വാട്ടർ ത്രൂ എ മൈക്രോസ്കോപ്പ്. നമുക്കൊരു കുറച്ച് വെള്ളം മൈക്രോസ്കോപ്പിലൂടെ ഒബ്സർവ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അതിന് വേണ്ട മെറ്റീരിയൽസ് മൈക്രോസ്കോപ്പ്, കവർ ഗ്ലാസ്, വാട്ടർ ബോയിൽഡ് വിത്ത് ഹേ ആൻഡ് കൂൾഡ്, വാട്ടർ കളക്റ്റഡ് ഫ്രം പോണ്ട്, പാഡി ഫീൽഡ്സ്, സ്പൂൺ. അപ്പോൾ ആവശ്യമുള്ള സാധനങ്ങളൊക്കെ അവിടെ തന്നിട്ടുണ്ട്. എന്താണ്? മൈക്രോസ്കോപ്പും കവർ ഗ്ലാസും പിന്നെ നമ്മളുടെ വൈക്കോലില്ലേ, വൈക്കോല് കുറച്ച് വെള്ളത്തിൽ ചൂടാക്കിയിട്ട് അത് ബോയിൽ ചെയ്തിട്ട് തിളപ്പിച്ചിട്ട് അത് കൂൾ ചെയ്തത്, അത് തണുപ്പിച്ചത് കേട്ടോ. പിന്നെ നമ്മളുടെ കുളത്തിൽ നിന്നോ പാടത്ത് നിന്നോ ഒക്കെ ശേഖരിച്ച കുറച്ച് വെള്ളവും ഒരു സ്പൂണും. ഇനി എങ്ങനെയാണ് എക്സ്പെരിമെന്റ്? pour some water collected from pond or paddy field into the water boiled with hay. വൈക്കോലിന്റെ ഈ വെള്ളം ഉണ്ടല്ലോ, വൈക്കോല് പുതിർത്തി വെച്ച വെള്ളം, ആ വെള്ളത്തിലേക്ക് നമ്മൾ പുഴയിൽ നിന്നോ കുളത്തിൽ നിന്നോ ശേഖരിച്ചിട്ടുള്ള വാട്ടർ കുറച്ച് ഒഴിക്കുക. കീപ് ഇറ്റ് ഫോർ 4 or 5 days. അതൊരു 4-5 ദിവസം അത് വെക്കുക, സൂക്ഷിച്ച് വെക്കുക. ടേക്ക് എ ഡ്രോപ്പ് ഓഫ് വാട്ടർ ഫ്രം ദിസ് വാട്ടർ സാമ്പിൾ ഓൺ എ സ്ലൈഡ്. ഇതിൽ നിന്ന് ഒരു ഇത്തിരി വെള്ളം ഒരു സ്ലൈഡിലേക്ക് എടുക്കുക. പ്ലേസ് എ കവർ ഗ്ലാസ് ഓവർ ഇറ്റ് ആൻഡ് ഒബ്സർവ് ഇറ്റ് അണ്ടർ ദ മൈക്രോസ്കോപ്പ്. എന്നിട്ട് സ്ലൈഡിന് മുകളിൽ ഒരു കവർ ഗ്ലാസ് വെച്ചിട്ട് ആ സ്ലൈഡ് എന്ത് ചെയ്യുക? മൈക്രോസ്കോപ്പിലൂടെ ഒബ്സർവ് ചെയ്യുക. ഡു യു ഒബ്സർവ് എനി മൈക്രോ ഓർഗാനിസംസ് ആസ് ഷോൺ ഇൻ ദ പിക്ചർ? നമുക്ക് പിക്ചറിൽ തന്നിട്ടുള്ള ഈ 3 മൈക്രോ ഓർഗാനിസംസ് കണ്ടോ? ഇതുപോലെ വല്ല രൂപങ്ങളും നിങ്ങൾക്ക് അതിൽ കാണാനായിട്ട് സാധിക്കുന്നുണ്ടോ എന്നാണ് ക്വസ്റ്റ്യൻ. യെസ്, വി ക്യാൻ സീ സം മൈക്രോ ഓർഗാനിസംസ്. നമുക്ക് കുറച്ച് മൈക്രോ ഓർഗാനിസംസിനെ കാണാനായിട്ട് പറ്റും. Although they are microorganisms, their body are also made up of cells. ഇവ മൈക്രോ ഓർഗാനിസംസ് ആണെങ്കിലും അത്രയും ചെറിയ ജീവിവർഗങ്ങളാണെങ്കിലും ഇവയുടെ ശരീരവും എന്താണ്? സെൽസ് കൊണ്ടാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. ഹൗ മെനി സെൽസ് ഡു ദേ ഹാവ്? അവയ്ക്ക് അവയുടെ ശരീരത്തിൽ എത്ര സെൽസ് ഉണ്ടായിരിക്കും എന്നാണ് ക്വസ്റ്റ്യൻ. സോ നമുക്ക് ചെക്ക് ചെയ്യാം. അതിന് മുന്നേ ആയിട്ട് നമുക്ക് തന്നിട്ടുള്ള മൈക്രോ ഓർഗാനിസംസിന്റെ പിക്ചർ നോക്കൂ. പാരാമീസിയം, അമീബ, യൂഗ്ലിന, ഈ 3 മൈക്രോ ഓർഗാനിസംസിനാണ് നമുക്ക് പിക്ചറിൽ തന്നിട്ടുള്ളത്. യൂണിസെല്ലുലാർ ഓർഗാനിസംസ്. നമ്മൾ പറഞ്ഞു ഈ മൈക്രോ ഓർഗാനിസംസിന് എത്ര സെൽസ് ഉണ്ട് എന്നല്ലേ? ഇവയ്ക്ക് ആകെ ഒറ്റ സെല്ല് മാത്രമേ ഉള്ളൂ. ഓൺലി 1 സെൽ. ദേ ഹാവ് ഓൺലി 1 സെൽ.
യൂണിസെല്ലുലാർ ഓർഗാനിസംസ് ആർ ഓർഗാനിസംസ് ദാറ്റ് ഹാവ് ഓൺലി വൺ സെൽ. ഇങ്ങനെ ആകെ ഒരു സെല്ല് മാത്രമുള്ള ഓർഗാനിസംസിനെ നമ്മൾ യൂണിസെല്ലുലാർ ഓർഗാനിസംസ് എന്നാണ് വിളിക്കുക. ആസ് ദ നമ്പർ ഓഫ് സെൽസ് ഈസ് ലെസ് വി കനോട്ട് സീ ദം വിത്ത് നേക്കഡ് ഐസ്. ഇവയുടെ ശരീരത്തിലുള്ള, അതായത് ഇവയുടെ സെൽസിന്റെ എണ്ണം കുറവായതുകൊണ്ട് തന്നെ അതുകൊണ്ടാണ് നമുക്ക് ഇവയെ നമ്മുടെ നേക്കഡ് ഐസ് കൊണ്ട് കാണാനായിട്ട് പറ്റാത്തത്. The organisms you have observed through microscope are unicellular organisms. Observe the pictures and write their names. അപ്പോൾ നമ്മൾ കണ്ട ഈ 3 ഓർഗാനിസംസും എന്താണ്? ഒറ്റ സെല്ലുള്ള ഓർഗാനിസം ആണ്, അഥവാ യൂണി സെല്ലുലാർ ഓർഗാനിസം ആണ്. അവയുടെ പേര് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. അമീബ, പാരാമീസിയം, യൂക്ലിന. ഈ 3 നമ്മൾ കണ്ടത്. ഇനി എന്താണ് മൾട്ടി സെല്ലുലാർ ഓർഗാനിസംസ്? ഒബ്സർവ് ദ പിക്ചർ ഓഫ് ദ ഓർഗാനിസംസ് ഗിവൺ ബിലോ. താഴെ തന്നിട്ടുള്ള ഓർഗാനിസംസ് നോക്കൂ. ടൈപ്പ് വർം, ലീച്ച്, കോക്രോച്ച്, സ്റ്റാർ ഫിഷ്, ഫ്രോഗ്, ഈഗിൾ, ഗാർഡൻ ലിസാർഡ്, എലഫന്റ്. അപ്പൊ നമുക്ക് ഇവയെ കണ്ടാൽ തന്നെ അറിയാം ഇവയൊക്കെ നമുക്ക് നമ്മുടെ നേക്കഡ് ഐസ് കൊണ്ട് കാണാനായിട്ട് പറ്റുമല്ലേ? ഇവയെ കാണാൻ നമുക്ക് മൈക്രോസ്കോപ്പിന്റെ ആവശ്യമുണ്ടോ? ഇല്ല. നമുക്കിവിടെ ഇവയെ നമ്മുടെ കണ്ണുകൊണ്ട് തന്നെ കാണാം. ഒരു ഹാൻഡ് ലെൻസിന്റെ ഒന്നും ആവശ്യമില്ലാതെ കണ്ണുകൊണ്ട് തന്നെ കാണാം. അപ്പൊ ഇവയെന്താണ്? ഇവയുടെ ബോഡി ഒന്നിലധികം സെൽസ് കൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത്. അതുകൊണ്ടാണ് നമുക്ക് ഇവയെ നേക്കഡ് ഐസ് കൊണ്ട് കാണാനായിട്ട് പറ്റുന്നത്. സോ ഇങ്ങനെയുള്ള ഓർഗാനിസംസിനെ നമ്മൾ മൾട്ടി സെല്ലുലാർ ഓർഗാനിസംസ് എന്നാണ് വിളിക്കുക. മൈക്രോസ്കോപ്പ് ഈസ് നോട്ട് നീഡഡ് ടു സീ ദീസ് ഓർഗാനിസംസ്. വാട്ട് ഈസ് ദ റീസൺ? നമ്മൾ പറഞ്ഞു ഈ ഓർഗാനിസംസിനെ കാണാൻ മൈക്രോസ്കോപ്പിന്റെ ആവശ്യമില്ല, അല്ലെ? ദർ ആർ മില്യൺസ് ഓഫ് സെൽസ് ഇൻ ഹ്യൂമൻ ബോഡി. നമ്മുടെ മനുഷ്യ ശരീരത്തിൽ മില്യൺസ് ഓഫ് സെൽസ് ഉണ്ട്, ലക്ഷക്കണക്കിന് സെൽസ് ഉണ്ട്. ദ ഓർഗാനിസംസ് സീൻ ഇൻ ദ പിക്ചർ ഓൾസോ ഹാവ് മെനി സെൽസ് ഇൻ ദെയർ ബോഡീസ്. നമ്മളിപ്പോൾ കണ്ട ഈ ഓർഗാനിസംസിന്റെ ബോഡിയിൽ എന്തുണ്ട്? ഒരുപാട് സെൽസ് ഉണ്ട്. Multicellular organisms. An organism whose body is made up of more than one cell is a multicellular organisms. ഒരു സെല്ലിൽ കൂടുതലുള്ള സെൽസ് കൊണ്ട്, അതായത് ഒന്നിലധികം സെൽസ് കൊണ്ട് ഉണ്ടാക്കിയിട്ടുള്ള ഓർഗാനിസംസിനെയാണ് നമ്മൾ മൾട്ടി സെല്ലുലാർ ഓർഗാനിസംസ് എന്ന് വിളിക്കുക. We can see multicellular organisms with naked eyes as they have numerous cells. ഇവയ്ക്ക് ഒരുപാട് സെൽസ് ഉള്ളത് കൊണ്ട് തന്നെ നമുക്കിവയെ നമ്മുടെ നഗ്നനേത്രങ്ങൾ കൊണ്ട് കാണാനായിട്ട് സാധിക്കും. Are there similarities between unicellular and multicellular organisms? Let's examine. ഇനി യൂണിസെല്ലുലാർ ഓർഗാനിസവും മൾട്ടിസെല്ലുലാർ ഓർഗാനിസവും തമ്മിൽ എന്തെങ്കിലും സിമിലാരിറ്റീസ് ഉണ്ടോ, സാമ്യതകളുണ്ടോ? യെസ്, ഓഫ് കോഴ്സ് ഉണ്ട്, അല്ലേ? വിച്ച് ആർ ദ ലൈഫ് പ്രോസസ് ക്യാരിഡ് ഔട്ട് ഇൻ മൾട്ടിസെല്ലുലാർ ഓർഗാനിസംസ്. ഒരു മൾട്ടിസെല്ലുലാർ ഓർഗാനിസത്തിന്റെ ലൈഫ് പ്രോസസ്സ്, അതിൻ്റെ ശരീരത്തിൽ നടക്കുന്ന ലൈഫ് പ്രോസസ്സ് എന്തൊക്കെയാണ്? അല്ലെങ്കിൽ നമ്മൾ ആസ് എ ഹ്യൂമൻ, നമ്മൾ മനുഷ്യർ എന്നുള്ള രീതിക്ക് നോക്കിയാൽ മതി. എന്തൊക്കെയുണ്ട് നമ്മളുടെ ശരീരത്തിൽ അല്ലെങ്കിൽ നമ്മുടെ ലൈഫിൽ എന്തൊക്കെ ലൈഫ് പ്രോസസ്സ് നടക്കുന്നുണ്ട് മക്കളെ? മൂവ്മെന്റ്, ചലനമുണ്ട്, ന്യൂട്രീഷൻ, പിന്നെ അതുപോലെ റെസ്പിറേഷൻ, ശ്വസനമുണ്ട്, അതുപോലെ ഡൈജഷൻ, ദഹനം നടക്കുന്നുണ്ട്, എക്സ്ക്രീഷൻ, വിസർജനം നടക്കുന്നുണ്ട്, റീപ്രൊഡക്ഷൻ, പുനരുൽപാദനം അല്ലെങ്കിൽ പ്രത്യുൽപാദനം നടക്കുന്നുണ്ട്. ഡു യൂണിസെല്ലുലാർ ഓർഗാനിസംസ് ഓൾസോ ഹാവ് ഓൾ ദ സെയിം ലൈഫ് പ്രോസസ് ആസ് ഇൻ മൾട്ടിസെല്ലുലാർ ഓർഗാനിസംസ്? ഡിസ്കസ്. അപ്പോൾ ഈ പ്രോസസ്സൊക്കെ യൂണി ഓർഗാനിസംസിന്റെ ശരീരത്തിൽ നടക്കുന്നുണ്ടോ എന്നാണ് ക്വസ്റ്റ്യൻ. യെസ്, നടക്കുന്നുണ്ട്. ഓൾ ദ ലൈഫ് പ്രോസസ് ഇൻ മൾട്ടിസെല്ലുലാർ ഓർഗാനിസംസ് occur in unicellular organisms also. In unicellular organisms, all life process are performed by a single cell. ആകെ ഒരു ഡിഫറൻസേ ഉള്ളൂ. എന്താണ്? യൂണിസെല്ലുലാർ ഓർഗാനിസംസിൽ ഈ പ്രോസസ്സ് എല്ലാം നടക്കുന്നത് അല്ലെങ്കിൽ നടത്തുന്നത് ഒരൊറ്റ സെല്ലാണ്. മനുഷ്യരിലോ അല്ലെങ്കിൽ അതുപോലെ മൾട്ടി സെല്ലുലാർ ഓർഗാനിസംസിലും മറ്റു ജീവികളിലൊക്കെ ഈ പ്രോസസ്സൊക്കെ നടത്തുന്നതിൻ്റെ വെവ്വേറെ സെൽസ് ഉണ്ട്. വൺ സെൽ ബിഗ് ഫാക്ട്സ്. All the life process in multicellular organisms occur in unicellular organisms also. അപ്പോൾ മൾട്ടിസെല്ലുലാർ ഓർഗാനിസംസിൽ നടക്കുന്ന എല്ലാ പ്രോസസ്സും യൂണിസെല്ലുലാർ ഓർഗാനിസംസിലും നടക്കുന്നുണ്ട്. അത് നമ്മൾ പറഞ്ഞു, അല്ലേ? ഇൻ യൂണിസെല്ലുലാർ ഓർഗാനിസംസ് ഓൾ ലൈഫ് പ്രോസസ് ആർ പെർഫോംഡ് ബൈ എ സിംഗിൾ സെൽ. അപ്പോൾ യൂണിസെല്ലുലാർ ഓർഗാനിസംസിൽ എല്ലാ ലൈഫ് പ്രോസസ്സും പെർഫോം ചെയ്യുന്നത് ആകെ ഒരൊറ്റ സെല്ലാണ്. ഈ ഒരു സെല്ലാണ് എല്ലാതും ചെയ്യുന്നത്. You have understood the characteristics of unicellular and multicellular organisms. Complete the table and present it in the class. നമുക്ക് യൂണിസെല്ലുലാർ ഓർഗാനിസംസിന്റെയും മൾട്ടിസെല്ലുലാർ ഓർഗാനിസംസിന്റെയും ക്യാരക്ടറിസ്റ്റിക്സിനെ കുറിച്ച് എഴുതാൻ ഒരു ടേബിൾ താഴെ തന്നിട്ടുണ്ട്. നോക്കൂ. ആദ്യത്തേത് യൂണിസെല്ലുലാർ ഓർഗാനിസംസ് ഫസ്റ്റ് സിംഗിൾ സെൽ, ആകെ ഒരു സെല്ല് മാത്രമേ ഉള്ളൂ. മൾട്ടിസെല്ലുലാർ ഓർഗാനിസം ആണെങ്കിൽ ബോഡി ഈസ് മെയ്ഡ് അപ്പ് ഓഫ് മെനി സെൽസ്, ഒരുപാട് സെൽസ് കൊണ്ടാണ് ബോഡി ഉണ്ടാക്കിയിട്ടുള്ളത്. പിന്നെ യൂണിസെല്ലുലാർ ഓർഗാനിസംസിൽ ഓൾ ലൈഫ് പ്രോസസ് ആർ പെർഫോംഡ് ബൈ എ സിംഗിൾ സെൽ, എല്ലാ ലൈഫ് പ്രോസസ്സും ചെയ്യുന്നത് ഒരു സെല്ല് മാത്രമാണ്. മൾട്ടിസെല്ലുലാർ ഓർഗാനിസംസിലാണെങ്കിൽ ഈച്ച് ലൈഫ് പ്രോസസ് ആർ പെർഫോംഡ് ബൈ സ്പെസിഫിക് സെൽസ് ആൻഡ് ഓർഗൻസ്. എല്ലാ ഓരോ
ഓരോ ഫങ്ഷൻസും ചെയ്യുന്നത് ഒരു സ്പെസിഫിക് ആയിട്ടുള്ള സെല്ലിന്റെ ഗ്രൂപ്പാണ് അല്ലെങ്കിൽ ഓർഗൻസ് ആണ്, അവയവങ്ങളാണ്. ഇനി യൂണിസെല്ലുലാർ ഓർഗാനിസംസിനെ നമുക്ക് നേക്കഡ് ഐസ് കൊണ്ട് കാണാൻ പറ്റില്ല അല്ലെ, വി കനോട്ട് സീ ദം വിത്ത് നേക്കഡ് ഐസ്. മൾട്ടിസെല്ലുലാർ ഓർഗാനിസം ആണെങ്കിൽ വി ക്യാൻ സീ ദം വിത്ത് നേക്കഡ് ഐസ്, നമ്മുടെ കണ്ണുകൊണ്ട് നമുക്ക് കാണാം. ഇനി യൂണിസെല്ലുലാർ ഓർഗാനിസംസ് നോക്കൂ, ദേ ഹാവ് എ സിമ്പിൾ ബോഡി സ്ട്രക്ചർ. സിമ്പിൾ ആയിട്ടുള്ള ബോഡി സ്ട്രക്ചർ ആണ്, ആകെ ഒരു സെൽ ഉള്ളത് കൊണ്ട് സിമ്പിൾ ബോഡി സ്ട്രക്ചർ ആണ്. എന്നാൽ മൾട്ടിസെല്ലുലാർ ഓർഗാനിസംസിന് ദേ ഹാവ് എ കോംപ്ലക്സ് ബോഡി സ്ട്രക്ചർ, കുറച്ചുകൂടെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ബോഡി സ്ട്രക്ചർ ഉണ്ട്. യൂണിസെല്ലുലാർ ഓർഗാനിസംസിന് എക്സാമ്പിൾ ആണ് പാരാമീസിയം, അമീബ, യൂക്ലിന. മൾട്ടിസെല്ലുലാർ ഓർഗാനിസംസിന് എക്സാമ്പിൾ ആണ് ഹ്യൂമൻസ്, പ്ലാന്റ്സ്, ആനിമൽസ് തുടങ്ങിയവ. Into the cell. Having to identify the cells of unicellular and multicellular organisms by observing them through microscope. നമ്മൾ യൂണിസെല്ലുലാറും മൾട്ടിസെല്ലുലാറും ആയിട്ടുള്ള ഓർഗാനിസംസിന്റെ സെൽസ് നമ്മളൊരു മൈക്രോസ്കോപ്പിലൂടെ കണ്ടു അല്ലെ. ഹൗ ഡസ് ദ ഇന്റീരിയർ ഓഫ് സെൽസ് ലുക്ക് ലൈക്ക്? ഒരു സെല്ലിന്റെ അകം എങ്ങനെയാണ് കാണാനുള്ളത്? അവർക്ക് സിമിലാരിറ്റീസ് ഉണ്ടോ? യെസ്, ഉണ്ട് അല്ലെ. ദർ ആർ സ്പെസിഫിക് മെമ്പേഴ്സ് വിത്തിൻ ദ സെൽ ടു പെർഫോം ഈച്ച് ഫങ്ഷൻസ്. ദീസ് ആർ കോൾഡ് സെൽ ഓർഗനൽസ്. ഓരോ സെല്ലിന്റെ ഉള്ളിലും ഒരു സെല്ലിന്റെ ഉള്ളില് പ്രത്യേകമായിട്ടുള്ള സ്പെസിഫിക് ആയിട്ടുള്ള ഓരോ മെമ്പേഴ്സ് ഉണ്ട്. ഈ ഓരോ ഭാഗങ്ങളാണ് ഓരോ ഫങ്ഷൻസ് ചെയ്യുന്നത്. ഇതിനെ സെൽ ഓർഗനൽസ് എന്നാണ് വിളിക്കുക. എ സെൽ ഈസ് ലൈക്ക് എ ക്ലാസ് റൂം. ഒരു സെൽ എന്ന് പറയുന്നത് ശരിക്കും ഒരു ക്ലാസ് റൂം പോലെയാണ്. വാട്ട് ആർ ദ തിങ്സ് ഇൻസൈഡ് എ ക്ലാസ് റൂം? ഡോണ്ട് ദേ ഹാവ് വാൾസ് ആസ് ബൗണ്ടറീസ്? വാട്ട് എൽസ് ആർ ദേർ? ദർ ആർ ബോർഡ്, ബെഞ്ച്, ഡെസ്ക് ആൻഡ് ഫാൻ. അപ്പോൾ ഒരു ക്ലാസ് റൂമിൽ എന്തൊക്കെയുണ്ട്? ബൗണ്ടറീസ് ഉണ്ട് അല്ലേ, ക്ലാസ് റൂമിന് അതിരുണ്ട്. അതുപോലെ അതുകൂടാതെ ഫാന്, ബെഞ്ച്, ബോർഡ്, ഡെസ്ക്, ടേബിൾ, ഇതൊക്കെ ഉണ്ട്. ഡു ഓൾ ദീസ് ഹാവ് സെയിം യൂസ്? ഡോണ്ട് ഈച്ച് ഹാവ് ഡിഫറെന്റ് യൂസസ്. അപ്പൊ ഇതിനെല്ലാം എന്താണ്, സെയിം യൂസ് ആണോ? അല്ല, ഇതിന്റെ എല്ലാം ഉപയോഗം ഒന്നല്ല, എല്ലാത്തിനും ഡിഫറെന്റ് യൂസസ് ആണ് ഉള്ളത്. അതുപോലെ തന്നെയാണ് സെൽസും. സെൽസിനുള്ളിൽ ചെറിയ ചെറിയ യൂണിറ്റ്സ് വേറെയും ഉണ്ട്. ഇവയ്ക്കൊക്കെ ഓരോ ഫങ്ഷൻസ് ആണ് ഉള്ളത്. സെൽ ഓർഗനൽസ് ഫൗണ്ട് വിത്തിൻ ദ സെൽസ് ആർ ഓൾസോ ഡിഫറെന്റ്. Their functions are also different. Let's learn more about cell organelles. Observe the pictures given below. What do you see? What are their peculiarities? Write in your science diary. അപ്പോൾ നോക്കൂ മക്കളെ, നമുക്ക് തന്നിട്ടുള്ളത് ഒന്ന് പാരാമീസിയത്തിന്റെ ഒരു പിക്ചർ. പാരാമീസിയത്തിന്റെ സെല്ലാണ്, അതായത് അത് തന്നെയാണ് പാരാമീസിയം എന്ന് പറയുന്നതും. പിന്നെ നമ്മളുടെ ചീക്ക് സെൽസും അതുപോലെ ഓണിയന്റെ സെൽസും. You have permanent slides of different types of cells in your school lab. Observe a slide of an animal cell through the microscope with the help of your teacher. What do you see? Don't you see the boundary of the cell? It is the cell membrane. Identify and list the different parts of cell with the help of the pictures. അപ്പോൾ നിങ്ങളുടെ സയൻസ് ലാബിൽ പെർമനന്റ് ആയിട്ടുള്ള സ്ലൈഡ് ഉണ്ടായിരിക്കും. അതിൽ നിങ്ങളുടെ ടീച്ചറുടെ ഹെൽപ്പോട് കൂടിയിട്ട് ഒരു ആനിമൽ സെല്ലിന്റെ സ്ലൈഡ് ഒബ്സർവ് ചെയ്യുക, മൈക്രോസ്കോപ്പിൽ ഒബ്സർവ് ചെയ്യുക. അപ്പൊ അതിൽ നിങ്ങൾക്ക് എന്തൊക്കെ കാണാനായിട്ട് പറ്റും? ഫസ്റ്റ് നിങ്ങൾക്കൊരു സെൽ മെംബ്രെയിൻ കാണാം, അതായത് സെല്ലിന്റെ ബൗണ്ടറിയാണ്. നമ്മുടെ ക്ലാസ് റൂമിന്റെ ബൗണ്ടറി ഇല്ലേ, നമ്മുടെ 4 ചുമരും, അതുപോലെ തന്നെ സെല്ലിന് ബൗണ്ടറി ഉണ്ട്. ആ ബൗണ്ടറിയെ നമ്മൾ സെൽ മെംബ്രെയിൻ എന്നാണ് വിളിക്കുക. ഇനി മറ്റ് പാർട്സ് ഏതൊക്കെയാണ്? സെല്ലിനകത്തൊരു ന്യൂക്ലിയസ് ഉണ്ട്, അതുപോലെ സൈറ്റോപ്ലാസം, പിന്നെ സെൽ മെംബ്രെയിൻ നമ്മൾ പറഞ്ഞു, എൻഡോപ്ലാസ്മിക് റെക്ടിക്കുലം, മൈറ്റോകോൺട്രിയം, റൈബോസം, വാക്യൂൾ. ഇത്രയും പോർഷൻസ് ഒരു സെല്ലിനുണ്ട്. പാർട്സ് ഓഫ് സെൽ ആൻഡ് ദയർ ഫങ്ഷൻസ്. ഇനി സെല്ലിന്റെ ഓരോ പാർട്സും അവയുടെ ഫങ്ഷൻസ് എന്തൊക്കെയാണ് നമുക്ക് ഇവിടെ ടേബിളിൽ തന്നിട്ടുണ്ട്. നോക്കൂ. ലെറ്റ്സ് ഗെറ്റ് ഫെമിലിയർ വിത്ത് ദ പാർട്സ് ഓഫ് എ സെൽ. ദ ഡിഫറെന്റ് പാർട്സ് ഓഫ് ദ ആനിമൽ സെൽ ആൻഡ് ദയർ ഫങ്ഷൻസ് ആർ ഗിവൺ ഇൻ ദ ടേബിൾ. എക്സാമിൻ. ആദ്യത്തെ പാർട്ട് എന്ന് പറയുന്നത് സെൽ മെംബ്രെയിൻ ആണ്. സെൽ മെംബ്രെയിൻ്റെ ഫങ്ഷൻ എന്താണ്? കവേഴ്സ് ദ സെൽ. സെല്ലിനെ പൊതിഞ്ഞ് സംരക്ഷിച്ചിരിക്കുന്നത് സെൽ മെംബ്രെയിൻ ആണ്. അതായത് സെല്ലിന്റെ വോൾസ് എന്ന് നമുക്ക് പറയാം. സൈറ്റോപ്ലാസം ഹോൾഡ് സെൽ പാർട്സ് ഇൻസൈഡ് ദ സെൽ എക്സെപ്റ്റ് ന്യൂക്ലിയസ്. ന്യൂക്ലിയസ് ഒഴികെയുള്ള സെല്ലിന്റെ മറ്റ് പാർട്സിനെ ഒക്കെ സെല്ലിൽ ഹോൾഡ് ചെയ്ത് വെച്ചിരിക്കുന്നത് സൈറ്റോപ്ലാസമാണ്. ന്യൂക്ലിയസ് കൺട്രോൾസ് സെല്ലുലാർ ആക്ടിവിറ്റീസ്. ഒരു സെല്ലിന്റെ ആക്ടിവിറ്റീസിനെ കൺട്രോൾ ചെയ്യുന്നത്, അതിന്റെ വർക്കിനെ കൺട്രോൾ ചെയ്യുന്നത് ന്യൂക്ലിയസ് ആണ്. ദെൻ വാക്യൂൾ സ്റ്റോർസ് വാട്ടർ, സോൾട്ട് ആൻഡ് എക്സ്ക്രീറ്ററി പ്രോഡക്ട്സ്. വെള്ളം, അതുപോലെ ലവണങ്ങൾ, പിന്നെ എക്സ്ക്രീറ്ററി പ്രോഡക്ട്സ് ഒക്കെ, വിസർജ്യ വസ്തുക്കളൊക്കെ സ്റ്റോർ ചെയ്യുന്നത് വാക്യൂളാണ്. ദെൻ റൈബോസോം സിന്തസൈസ് പ്രോട്ടീൻ. പ്രോട്ടീനെ സിന്തസൈസ് ചെയ്യുന്നത് റൈബോസോം ആണ്. എൻഡോപ്ലാസ്മിക് റെക്ടിക്യുലം ആക്ട് ആസ് ഇന്റർസെല്ലുലാർ പാത്വേ. ഒരു സെല്ലിനകത്തുള്ള ഇന്റർസെല്ലുലാർ പാത്വേ ആയിട്ട് യൂസ് ചെയ്യുന്നത് അല്ലെങ്കിൽ ആക്ട് ചെയ്യുന്നത് എൻഡോപ്ലാസ്മിക് റെക്ടിക്യുലം ആണ്. മൈറ്റോകോൺട്രിയം സിന്തസൈസ് എനർജി.
എനർജിയുടെ പ്രൊഡക്ഷൻ അല്ലെങ്കിൽ നമ്മളുടെ ഒരു സെല്ലിന് വേണ്ട ആക്ടിവിറ്റീസ് ചെയ്യാൻ വേണ്ട എനർജി പ്രൊവൈഡ് ചെയ്യുന്നത് മൈറ്റോകോൺട്രിയോണാണ്. Analyze the table and discuss the role of each part of the cell based on the given indicators. Record it in your science diary. അപ്പോൾ നിങ്ങൾ ഓരോ സെല്ലിൻ്റെ ഓരോ പാർട്ടിൻ്റെ ഫംഗ്ഷൻസ് എന്ത് ചെയ്യുക, അനലൈസ് ചെയ്യുക. അതുകൊണ്ട് ബേസ് ചെയ്തിട്ട് കുറച്ച് ക്വസ്റ്റ്യൻസ് താഴെ തന്നിട്ടുണ്ട്. നോക്കൂ. വാട്ട് ഈസ് ദ ഫംഗ്ഷൻ ഓഫ് സെൽ മെംബ്രെയിൻ? സെൽ മെംബ്രെയിൻ്റെ ഫംഗ്ഷൻ എന്താണ്? ഇറ്റ് കവേഴ്സ് ആൻഡ് പ്രൊട്ടക്ട്സ് ദ സെൽ. അത് സെല്ലിനെ പൊതിയുകയും അതിനെ പ്രൊട്ടക്റ്റ് ചെയ്യുകയും ചെയ്യുന്നു. വിച്ച് ഈസ് ദ പാർട്ട് ദാറ്റ് കൺട്രോൾസ് ദ എൻറ്റയർ സെൽ? മുഴുവൻ സെല്ലിനെയും നിയന്ത്രിക്കുന്ന ഭാഗം ഏതാണ്? ന്യൂക്ലിയസ് ആണ്. വിച്ച് സെൽ ഓർഗനൽ വർക്ക് ആസ് ദ പവർ ഹൗസ് ഓഫ് ദ സെൽ? ഒരു സെല്ലിന്റെ പവർ ഹൗസ് ആയിട്ട് ഊർജോൽപാദന കേന്ദ്രമായിട്ട് വർത്തിക്കുന്ന ഭാഗം എന്താണ്? മൈറ്റോകോൺട്രിയോൺ ആണ്. വിച്ച് ഓർഗനൽ ആക്ട് ആസ് ദ പാത്വേ വിത്തിൻ ദ സെൽ? സെല്ലിനകത്തുള്ള ഒരു പാത്വേ ആയിട്ട്, ഒരു സഞ്ചാരപാതയായിട്ട് എന്താ പറയുക, ആക്ട് ചെയ്യുന്നത് എന്താണ്? എൻഡോപ്ലാസ്മിക് റെക്ടിക്കുലമാണ്. Fifth question, what is the difference between the function of vacuole and that of ribosome? വാക്യൂളിന്റെയും റൈബോസോമിന്റെയും ഫംഗ്ഷൻസ് തമ്മിലുള്ള വ്യത്യാസം എന്താണ്? The function of vacuole is to store water, salt and excretory products. The function of ribosome is to synthesize protein. വാക്യൂളിന്റെ ഫംഗ്ഷൻ എന്ന് പറയുന്നത് വെള്ളം, വാട്ടർ, സോൾട്ട്, ലവണങ്ങൾ, അതുപോലെ എക്സ്ക്രീറ്ററി പ്രൊഡക്ട്സ് ഒക്കെ സ്റ്റോർ ചെയ്യുക എന്നുള്ളതാണ്. എന്നാൽ റൈബോസോമിന്റെ ആക്ഷൻ അല്ലെങ്കിൽ ഫംഗ്ഷൻ എന്ന് പറയുന്നത് പ്രോട്ടീൻ സിന്തസൈസ് ചെയ്യുക എന്നുള്ളതാണ്. We are now familiar with the different parts of animal cell. Are they same in the plant cell also? Let's examine. അപ്പോൾ ഈ ആനിമൽ സെല്ല് പോലെ തന്നെയാണോ പ്ലാന്റ് സെല്ലുള്ളത് എന്നാണ് ഇനി നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് കേട്ടോ. Plant cell. Are all the parts you have seen in an animal cell present in a plant cell? Observe the picture and understand the parts of a plant cell. നമുക്ക് താഴെ പ്ലാന്റ് സെല്ലിന്റെ ഒരു പാർട്ട് തന്നിട്ടുണ്ട്. പ്ലാന്റ് സെല്ലിന്റെ പിക്ചർ തന്നിട്ടുണ്ട്. അതിലുള്ള പാർട്സ് ഏതൊക്കെയാണെന്ന് നോക്കൂ. സെൽ വാൾ ഉണ്ട്, ന്യൂക്ലിയസ് ഉണ്ട്, എൻഡോപ്ലാസ്മിക് റെക്ടിക്കുലം, സൈറ്റോപ്ലാസം, മൈറ്റോകോൺട്രിയോൺ, റൈബോസോം, സെൽ മെംബ്രെയിൻ, വാക്യൂൾ, ക്ലോറോപ്ലാസ്റ്റ്. അപ്പൊ ആനിമൽ സെല്ലിലുള്ള എല്ലാ പാർട്ടും പ്ലാന്റ് സെല്ലിലുണ്ട്. ആനിമൽ സെല്ലിൽ ഇല്ലാത്ത 2 എക്സ്ട്രാ പാർട്ട് കൂടെ പ്ലാന്റ് സെല്ലിലുണ്ട്. ഏതൊക്കെയാണ്? ക്ലോറോപ്ലാസ്റ്റും അതുപോലെ സെൽ വാളുമാണ്. How does plant cells differ from animal cells? Do you see any part in plant cells that is different from animal cells? Analyze the figure. ഇപ്പം നമ്മൾ പറഞ്ഞു ആനിമൽ സെൽസിൽ ഇല്ലാത്ത ഏതെങ്കിലും 2 പാർട്സ് അല്ലേ, ഏതോ 2 പാർട്സ് എക്സ്ട്രാ പ്ലാന്റ് സെല്ലിലുണ്ട്. സെൽ വാളും അതുപോലെ ക്ലോറോപ്ലാസ്റ്റും. ഇനി നമുക്ക് നോട്ട് ദ ഫോളോയിങ് ടേബിൾ കണ്ടെയ്നിങ് ദ ലിസ്റ്റ് ഓഫ് പ്ലാന്റ് സെൽ പാർട്സ് ദാറ്റ് ഡിഫറെൻറ്റ് ഫ്രം ആനിമൽ സെൽ ആൻഡ് ദെയർ ഫങ്ഷൻസ്. ആനിമൽ സെല്ലിൽ ഇല്ലാത്ത ഈ 2 പാർട്സിൻ്റെ ഫങ്ഷൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ബാക്കി പാർട്സിൻ്റെയൊക്കെ ഫങ്ഷൻസ് ആനിമൽ സെല്ല് പോലെ തന്നെയാണ് കേട്ടോ. പിന്നെ എക്സ്ട്രാ ആയിട്ടുള്ള ഇതിൻ്റെ ഫങ്ഷൻസ് ആണ് ഇനി നോക്കാനുള്ളത്. സെൽ വാളിൻ്റെ ഫങ്ഷൻ എന്താണ്? പ്രൊട്ടക്ട്സ് ദ സെൽ, സെല്ലിനെ പ്രൊട്ടക്ട് ചെയ്യുക എന്നതാണ്. ക്ലോറോപ്ലാസ്റ്റിൻ്റെ ഫങ്ഷൻ ഹെൽപ്സ് ഇൻ ഫോട്ടോസിന്തസിസ്, ഫോട്ടോസിന്തസിസിന് സഹായിക്കുക എന്നതാണ് ക്ലോറോപ്ലാസ്റ്റിൻ്റെ ഫങ്ഷൻ. You have identified the parts of animal cell and plant cell. Nucleus is an important cell organelle inside the cell. ഒരു സെല്ലിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സെൽ ഓർഗനലാണ് ന്യൂക്ലിയസ്. കാരണം എന്താണ്? ന്യൂക്ലിയസ് ആണ് എൻറ്റയർ സെൽ ഫങ്ഷൻസിനെ കൺട്രോൾ ചെയ്യുന്ന പാർട്ട് അല്ലെങ്കിൽ ഓർഗനൽ എന്ന് പറയുന്നത്. വാക്യൂൾ, റൈബോസോം, എൻഡോപ്ലാസ്മിക് റെക്ടിക്കുലം, മൈറ്റോകോൺട്രിയോൺ, ക്ലോറോപ്ലാസ്റ്റ് എക്സെട്ര സീൻ ഇൻ ദ സൈറ്റോപ്ലാസം ആർ അതർ സെൽ ഓർഗനൽസ്. ബാക്കി കാണുന്ന എല്ലാ സെൽ ഓർഗനൽസും ഇമ്പോർട്ടൻ്റ് ആണ്. ഇതെല്ലാം കാണുന്നത് എവിടെയാണ്? സൈറ്റോപ്ലാസത്തിലാണ്. ന്യൂക്ലിയസ് മാത്രം സൈറ്റോപ്ലാസത്തിലല്ല, ന്യൂക്ലിയസ് മാത്രം സൈറ്റോപ്ലാസത്തിന്റെ വെളിയിലാണ് കേട്ടോ. Draw and label the pictures of a plant cell and an animal cell in a chart. Tabulate the similarities and differences between the animal cell and plant cell you have illustrated. ഇനി നിങ്ങൾക്ക് ക്ലാസ്സിൽ ഒരു ചാർട്ട് പേപ്പറിൽ ഒരു പ്ലാന്റ് സെല്ലും ആനിമൽ സെല്ലും വരയ്ക്കാം. അതിൻ്റെ പാർട്സൊക്കെ അടയാളപ്പെടുത്തിയിട്ട് വരച്ചിട്ട് ക്ലാസ്സിൽ ഒട്ടിച്ച് വെക്കാവുന്നതാണ്. പിന്നെ അതിൻ്റെ സിമിലാരിറ്റീസും ഡിഫറൻസസും തമ്മിൽ എഴുതാൻ വേണേ. നോക്കൂ, നമുക്ക് നോക്കാം. സിമിലാരിറ്റീസ് ബിറ്റ്വീൻ പ്ലാന്റ് സെൽ ആൻഡ് ആനിമൽ സെൽ. ഒരു പ്ലാന്റ് സെല്ലും ആനിമൽ സെല്ലും തമ്മിലുള്ള സിമിലാരിറ്റീസ്, സാമ്യതകൾ എന്തൊക്കെയാണ്? ബോത്ത് ഹാവ് എ ന്യൂക്ലിയസ്, an important cell organelle inside the cell which controls cellular activities. രണ്ടിനും എന്തുണ്ട്? ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സെൽ ഓർഗനൽ ആയിട്ടുള്ള ന്യൂക്ലിയസ് ഉണ്ട്. ന്യൂക്ലിയസ് ആണ് സെല്ലുലാർ ആക്ടിവിറ്റീസിനെ മൊത്തമായിട്ട് കൺട്രോൾ ചെയ്യുന്നത്. ദെൻ ബോത്ത് ഹാവ് സെൽ മെംബ്രെയിൻ, സൈറ്റോപ്ലാസം, എൻഡോപ്ലാസ്മിക് റെക്ടിക്കുലം, മൈറ്റോകോൺട്രിയൻ, റൈബോസോം ആൻഡ് വാക്യൂൾ. സെൽ മെംബ്രെയിൻ, സൈറ്റോപ്ലാസം, എൻഡോപ്ലാസ്മിക് റെക്ടിക്കുലം, മൈറ്റോകോൺട്രിയൻ, റൈബോസോം, വാക്യൂൾ. ഈ 2, 4, 6 എന്താണ് ഓർഗനൽസും പ്ലാന്റ് സെല്ലിലും ആനിമൽ സെല്ലിലും നമുക്ക് കാണാവുന്നതാണ്.
ഇനി ഡിഫറൻസസ് ബിറ്റ്വീൻ പ്ലാന്റ് സെൽ ആൻഡ് ആനിമൽ സെൽ, രണ്ട് സെല്ലും തമ്മിലുള്ള ഡിഫറൻസസ് എന്തൊക്കെയാണ്? പ്ലാന്റ് സെൽസ് ഹാവ് എ സെൽ വാൾ ഇൻ അഡീഷൻ ടു ദ സെൽ മെംബ്രെയിൻ ദാറ്റ് ഫൗണ്ട് ഇൻ ആനിമൽ സെൽ. ആനിമൽ സെല്ലിൽ നമുക്ക് സെല്ലിന്റെ പ്രൊട്ടക്ഷനായിട്ട് സെൽ മെംബ്രെയിൻ മാത്രമേ കാണാനായിട്ട് പറ്റുന്നുള്ളൂ. എന്നാൽ പ്ലാന്റ് സെല്ലിൽ സെൽ മെംബ്രെയിന് പുറമേ ആയിട്ട് സെൽ വാൾ കൂടെ നമുക്ക് കാണാം. ക്ലോറോപ്ലാസ്റ്റ് ആർ പ്രസന്റ് ഇൻ പ്ലാന്റ് സെൽ ബട്ട് നോട്ട് ഇൻ ആനിമൽ സെൽ. അതുപോലെ തന്നെ പ്ലാന്റ് സെല്ലിൽ നമുക്ക് ഫ്ലോറോപ്ലാസ്റ്റ് കാണാം, ആനിമൽ സെല്ലിൽ ക്ലോറോപ്ലാസ്റ്റ് ഇല്ല. The vacuole in the plant cell is large and that in the animal cell is small. പ്ലാന്റ് സെല്ലിലുള്ള വാക്യൂള് കുറച്ചുകൂടെ വലുതാണ്, അനിമൽ സെല്ലിലുള്ളത് എന്താണ്? ചെറുതാണ്. കമ്പാരിറ്റീവ്ലി എന്താണ്? ചെറിയ വാക്യൂളാണ് കാണാനായിട്ട് സാധിക്കുന്നത്. Now let's construct a cell model. Construct models of plant cell and animal cell using materials like cardboard, white chart paper, beads, colored yarn, coconut leaf, midrib, etc. Display them in the class. ഇനി നിങ്ങൾക്ക് കുറച്ച് സാധനങ്ങളൊക്കെ യൂസ് ചെയ്തിട്ട് എന്താണ് പ്ലാന്റ് സെല്ലിന്റെയും ആനിമൽ സെല്ലിന്റെയും മോഡൽ ഉണ്ടാക്കി ക്ലാസ്സിൽ പ്രദർശിപ്പിക്കാനാണ് കേട്ടോ പറഞ്ഞിട്ടുള്ളത്. സ്മോൾ ആൻഡ് ലാർജ്. Are you now of the same size as when you were a baby? Did your cells also grow as you grew up? Is that how you became bigger? അപ്പോൾ നിങ്ങൾ ജനിച്ച സമയത്ത് അല്ലെങ്കിൽ ഒരു കുഞ്ഞായിരുന്ന സമയത്തുള്ള അതേ വലുപ്പം തന്നെയാണോ നിങ്ങളിപ്പോൾ ഉള്ളത്? അല്ല, അല്ലേ? നമ്മൾ വളരുന്നുണ്ട്. നമ്മളും മറ്റ് ജീവികളൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്? വളരുന്നുണ്ട്. അത് വളരുന്നത് എന്തുകൊണ്ടാണ്? നമ്മളുടെ ശരീരത്തിന് അകത്തുള്ള സെൽസ് വളരുന്നത് കൊണ്ടാണോ? നമുക്ക് നോക്കാം. Are small building blocks used for small buildings and large blocks for large buildings? ഇപ്പൊ നമ്മുടെ ഒരു കെട്ടിടം ഉണ്ടാക്കുന്നതാണെന്ന് വിചാരിക്കുക. ചെറിയ ബിൽഡിംഗ് ഉണ്ടാക്കുകയാണെങ്കിൽ ചെറിയ കെട്ടിടത്തിന് നമ്മൾ ചെറിയ കല്ലും വലിയ കെട്ടിടത്തിന് നമ്മൾ വലിയ കല്ലുമാണ് യൂസ് ചെയ്യുന്നത്? അല്ല, അല്ലേ? എല്ലാം സെയിം വലുപ്പത്തിലുള്ള കല്ലാണ്, ബ്ലോക്സ് തന്നെയാണ് യൂസ് ചെയ്യുന്നത്. പക്ഷേ എന്തിലാ ചേഞ്ച് ഉള്ളത് മക്കളെ? നമുക്ക് വലിയ കെട്ടിടം ഉണ്ടാക്കുകയാണെങ്കിൽ കുറച്ചുകൂടെ അധികം ബ്ലോക്സ് വേണ്ടി വരും, അല്ലേ? ആ ബ്ലോക്സിന്റെ എണ്ണത്തിലാണ് ഡിഫറൻസ് വരുന്നത്. ചെറിയ കെട്ടിടമാണെങ്കിൽ കല്ലുകളുടെ എണ്ണം കുറവ് മതി, വലിയ കെട്ടിടമാണെങ്കിലോ കല്ലുകളുടെ എണ്ണം കൂടുതൽ വേണം. ഇൻ ദ സെയിം വേ വി ഗ്രോ നോട്ട് ബിക്കോസ് ഓഫ് ദ ഇൻക്രീസ് ഇൻ ദ സൈസ് ഓഫ് സെൽസ് ഇൻ അവർ ബോഡി ബട്ട് ബിക്കോസ് ഓഫ് ദ ഇൻക്രീസ് ഇൻ ദയർ നമ്പർ. അതേപോലെ തന്നെയാണ്, ആ സെയിം പ്രോസസ്സ് തന്നെയാണ് ശരീരത്തിലും നടക്കുന്നത്. നമ്മളുടെ സെല്ലിന്റെ വലിപ്പം കൂടുകയല്ല, മറിച്ച് സെല്ലിന്റെ എണ്ണം കൂടുന്നത് കൊണ്ടാണ് നമ്മുടെ ബോഡി പാർട്സും നമ്മുടെ ശരീരവും വളരുന്നത്. The difference in size between organisms is also due to the difference in the number of cells. അതുപോലെ തന്നെയാണ് ഡിഫറെൻ്റ് ആയിട്ടുള്ള ഓർഗാനിസംസ്. ഇപ്പോൾ ഉറുമ്പിന്റെ വലുപ്പമാണോ ആനയ്ക്കുള്ളത്? അല്ല. ആനയുടെ വലുപ്പമാണോ നമുക്കുള്ളത്? അല്ല. നമ്മുടെ വലുപ്പമാണോ ഒരു ഷാർക്കിനോ അല്ലെങ്കിൽ മറ്റൊരു പ്ലാന്റിനോ ഒക്കെ ഉള്ളത്? നോ, അതും അല്ല, അല്ലേ? അപ്പൊ അതും എന്താണ്? സെൽസിന്റെ നമ്പറിലുള്ള ഡിഫറൻസ് കൊണ്ടാണ്. എന്താണ് നമ്മുടെ ഒരുപക്ഷെ ഉറുമ്പിന്റെ ശരീരത്തിലുള്ള അത്ര സെൽസ് അതിലേറെ സെൽസ് ആണ് നമ്മുടെ ശരീരത്തിലുള്ളത്. അപ്പൊ അതുകൊണ്ട് നമുക്ക് കുറച്ചുകൂടെ വലിപ്പമുണ്ട്. നമ്മുടെ ശരീരത്തിലുള്ളതിലേറെ സെൽസ് എലഫന്റിന്റെ ശരീരത്തിൽ ഉണ്ടായിരിക്കാം. അതുകൊണ്ടാണ് എലഫന്റിന് കുറച്ചുകൂടെ വലിപ്പം. അപ്പൊ നമ്പർ ഓഫ് സെൽസ് കൂടുന്നതിനനുസരിച്ചാണ് ആ ഒരു ഓർഗാനിസത്തിന്റെ അല്ലെങ്കിൽ ഒരു പേഴ്സന്റെ വലുപ്പത്തിൽ മാറ്റം വരുന്നത്. ഡൈവേഴ്സിറ്റി എമംഗ് സെൽസ്. Is in the body made up of cells? If so, do we have the same type of cells in all parts of our body? നമ്മൾ പറഞ്ഞു ഒരാളുടെ ശരീരം അല്ലെങ്കിൽ നമ്മുടെ ശരീരം സെൽസ് കൊണ്ടാണ് ഉണ്ടാക്കിയിട്ടുള്ളത്, അല്ലേ? അങ്ങനെയാണെങ്കിൽ നമ്മുടെ ശരീരത്തിന്റെ ഓരോ ഭാഗത്തും ഒരേ ടൈപ്പ് സെൽസ് തന്നെയാണ് ഉള്ളത് എന്നാണ് ക്വസ്റ്റ്യൻ. Isn't the child's doubt genuine? Eyes, legs and hands are parts of the body. Are the same type of cells found in all parts of the body? Let's examine. അപ്പൊ നമുക്കറിയാം നമ്മുടെ കണ്ണ്, കാല്, കൈ അല്ലെങ്കിൽ മൂക്ക്, ചുണ്ട് തുടങ്ങിയിട്ടുള്ള ഒക്കെ എന്താണ് നമ്മളുടെ ശരീരത്തിന്റെ ഓരോ ബോഡി പാർട്സ് ആണ്. ഈ എല്ലാ ബോഡി പാർട്സും ഒരേ ടൈപ്പ് ഓഫ് സെല്ല് വെച്ചിട്ടാണോ ഉണ്ടാക്കിയിട്ടുള്ളത് എന്നാണ് ഇനി നമുക്ക് നോക്കാനായിട്ട് പോകുന്നത്. Observe the given picture and understand the shape of different types of cell. താഴെ നമുക്ക് 3 ടൈപ്പ് ഓഫ് സെൽസിന്റെ പിക്ചർ തന്നിട്ടുണ്ട്. നോക്കൂ. ആദ്യത്തേത് ബ്ലഡ് സെല്ലാണ്, നമ്മളുടെ രക്തത്തിലുള്ള സെല്ല്. ദെൻ നെർവ് സെൽസ്, നമ്മുടെ നാഡിയിലുള്ള സെൽസ്. മസിൽ സെൽസ്, പേശിയിലുള്ള സെൽസ്. ഡൈവേഴ്സിറ്റി എമംഗ് സെൽസ്. അപ്പം നമുക്ക് ഈ പിക്ചർ കാണുമ്പോൾ തന്നെ അറിയാം എന്താണ് ഓരോ സെൽസും തമ്മിലുള്ള ഷേപ്പിലും അതുപോലെ അതിന്റെ കളറിലൊക്കെ ഡിഫറൻസ് ഉണ്ട്, അല്ലേ? ദ ഹ്യൂമൻ ബോഡി ഈസ് മെയ്ഡ് അപ്പ് ഓഫ് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് സെൽ. മനുഷ്യ ശരീരം വ്യത്യസ്ത തരത്തിലുള്ള സെൽസ് കൊണ്ടാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. There are about 200 different types of cells such as nerve cells, blood cells and muscle cells. ഏകദേശം 200-ലധികം വ്യത്യസ്ത തരത്തിലുള്ള സെൽസ് ആണ് നമ്മുടെ ബോഡിയിലുള്ളത്.
Functions of all these are not the same. Their shapes also vary. ഈ ഓരോ സെൽസിൻ്റെയും ഷേപ്പും വ്യത്യസ്തമാണ്, അതുപോലെ അതിൻ്റെ ഫങ്ഷൻസും വ്യത്യാസമുണ്ട്. ക്ലസ്റ്റർ ഓഫ് സെൽസ്. ഇനി സെൽസിൻ്റെ കൂട്ടം, ഒരു കൂട്ടം സെൽസ് വരുമ്പോൾ എന്താണ് നോക്കുന്നത് കേട്ടോ. Cells that are similar in shape and perform the same functions are collectively called tissue. നമ്മൾ പറഞ്ഞു 200-ലധികം സെൽസ് ഉണ്ട് എന്നല്ലേ, അതായത് 200-ലധികം ടൈപ്പ് സെൽസ് ഉണ്ട്. അപ്പോൾ ഒരേ ഫങ്ഷൻസ് നിർവഹിക്കുകയും കാണാൻ ഒരുപോലെ സിമിലർ ഷേപ്പ് ആവുകയും ചെയ്ത സെൽസിൻ്റെ ഒരു ഗ്രൂപ്പിനെ നമ്മൾ ടിഷ്യൂ എന്നാണ് വിളിക്കുക. ടിഷ്യൂസ് ഓഫ് ഡിഫറെൻറ്റ് ടൈപ്സ്. സ്കിൻ ഇസ് ദ പാർട്ട് ദാറ്റ് കവേഴ്സ് ആൻഡ് പ്രൊട്ടക്ട്സ് ദ ബോഡി ഓഫ് ആനിമൽസ്. ഒരു ആനിമലിൻ്റെ അല്ലെങ്കിൽ ആസ് എ ഹ്യൂമൻ, നമ്മളുടെ ഹ്യൂമണിൻ്റെ ബോഡി പ്രൊട്ടക്റ്റ് ചെയ്യുകയും കവർ ചെയ്യുകയും ചെയ്യുന്ന ഒരു പാർട്ടാണ് എന്ത്, സ്കിന്ന് അല്ലേ. നമ്മളുടെ തൊലി എന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തെ കവർ ചെയ്തിരിക്കുന്ന പാർട്ടാണ്. ഇറ്റ് ഈസ് എ ഗ്രൂപ്പ് ഓഫ് സെൽസ്. ഈ തൊലി എന്താണ്, ഒരു ഗ്രൂപ്പ് ഓഫ് സെൽസ് ആണ്, സെൽസിൻ്റെ ഒരു ഗ്രൂപ്പാണ്. ദിസ് ആർ ദ എപ്പിത്തീലിയൽ ടിഷ്യൂസ്. ഈ സെൽസിൻ്റെ ഈ ഗ്രൂപ്പിനെ നമ്മൾ എപ്പിത്തീലിയൽ ടിഷ്യൂസ് എന്നാണ് വിളിക്കുക. Body has different types of tissues like nervous tissues and muscular tissues. Epithelial tissue പോലെ തന്നെയാണ് നമ്മളുടെ nervous tissuesഉം muscular tissuesഉം ഒക്കെ. Nervous tissues are formed by the combination of nerve cells and muscular tissues are formed by the combination of muscle cells. nerve cells കമ്പൈൻ ചെയ്തിട്ടാണ് നെർവസ് സിസ്റ്റം ഉണ്ടാക്കിയിട്ടുള്ളത്, അല്ലെങ്കിൽ നെർവസ് ടിഷ്യൂസ് ഉണ്ടായിട്ടുള്ളത്. അതുപോലെ തന്നെ മസിൽ സെൽസ് കമ്പൈൻ ചെയ്താണ്, ഗ്രൂപ്പ് ഓഫ് മസിൽ സെൽസ് കമ്പൈൻ ചെയ്തതാണ് എന്ത്, മസ്കുലാർ ടിഷ്യൂസ്. ഇനി നമുക്കിവിടെ എപ്പിത്തീലിയൽ ടിഷ്യൂസിൻ്റെയും നെർവസ് ടിഷ്യൂസിൻ്റെയും മസ്കുലാർ ടിഷ്യൂസിൻ്റെയും കൂടെ പിക്ചർ തന്നിട്ടുണ്ട്. ലൈക്ക് വൈസ് ഡിഫറെൻറ്റ് ടിഷ്യൂസ് ആർ സീൻ ഇൻ പ്ലാന്റ്സ് ഓൾസോ. നമ്മുടെ ആനിമൽ സെൽസിനെ പോലെ തന്നെ പ്ലാന്റ്സിലും എന്താണ്, ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ടിഷ്യൂസ് ഉണ്ട് കേട്ടോ. യു ഹാവ് അണ്ടർസ്റ്റുഡ് ദാറ്റ് സെൽസ് കമ്പൈൻ ടു ഫോം ടിഷ്യൂസ്. വാട്ട് ഇഫ് മെനി ടിഷ്യൂസ് കമ്പൈൻ ടുഗെദർ. നമ്മളിപ്പോൾ സെൽസ് ഒരുമിച്ച് കൂടിയിട്ട്, ഒരുപാട് സെൽസ് കൂടിയിട്ട് ടിഷ്യൂ ആവുന്നു എന്ന് നമ്മൾ പഠിച്ചു അല്ലേ. ഇനി ഒരുപാട് ടിഷ്യൂസ് കൂടിയാൽ എന്താവും, ടിഷ്യൂസ് കമ്പൈൻ ചെയ്താൽ എന്താവും, ഡിഫറെൻറ്റ് ടിഷ്യൂസ് ഫങ്ഷൻസ് ടുഗെദർ ടു ഫോം ഓർഗൻസ്. എക്സാമ്പിൾ ലിവർ, ഹാർട്ട്. ഡിഫറെൻറ്റ് ടിഷ്യൂസ് എന്താണ്, കമ്പൈൻ ചെയ്തിട്ടാണ് ഒരു ഓർഗൻ ഉണ്ടായിട്ടുള്ളത്, അതായത് നമ്മുടെ ശരീരത്തിലെ ഒരു അവയവം ഉണ്ടായിട്ടുള്ളത്. ലൈക്ക് ലിവർ, ലങ്സ്, ഹാർട്ടൊക്കെ. നമ്മളുടെ ലിവർ, ലങ്സ്, ഹാർട്ട് ഇതൊക്കെ എന്താണ്, ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ടിഷ്യൂസ് കമ്പൈൻ ചെയ്തിട്ട് ഒരു ഓർഗൻ ഫോം ചെയ്തതിന് എക്സാമ്പിളാണ്. ഓർഗൻ സിസ്റ്റം. ഇനി എന്താണ് ഓർഗൻ സിസ്റ്റം എന്ന് നോക്കാം. ഒബ്സർവ് ദി ഗിവൺ പിക്ചർ. വാട്ട് ഡു യു സീ? നമുക്ക് അവിടെ താഴെ ഒരു പിക്ചർ വന്നിട്ടുണ്ട്, നോക്കൂ. അതിൽ എന്തൊക്കെ കാര്യങ്ങൾ നമുക്ക് കാണാം. ലങ്സ് ഉണ്ട്, നോസ്ട്രിൽസ് ഉണ്ട്, ട്രക്കിയ ഉണ്ട് അല്ലേ. ലങ്സ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ശ്വാസകോശം, നോസ്ട്രിൽസ് പറയുമ്പോൾ നാസാരന്ധ്രം, പിന്നെ ട്രക്കിയ എന്ന് പറഞ്ഞാൽ ശ്വാസനാളം. ഈ 3 പാർട്ടും കൂടെ എന്താണ്, കമ്പൈൻ ചെയ്തതാണ് റെസ്പിറേറ്ററി സിസ്റ്റം എന്ന് പറഞ്ഞത്. അതായത് ഒരു കുറച്ച് ഓർഗൻസ് കമ്പൈൻ ചെയ്ത് എന്താവുന്നു, ഓർഗൻ സിസ്റ്റമായി മാറുന്നു. Are they organs? Discuss. Yes, they are organs. When different organs function in coordination, they form an organ system. കുറച്ച് ഓർഗൻസ് കൂടി ചേർന്നിട്ട് ഒരു ഫംഗ്ഷൻ നിർവഹിക്കുന്നുണ്ടെങ്കിൽ ആ ഗ്രൂപ്പിനെ നമ്മൾ ഓർഗൻ സിസ്റ്റം എന്നാണ് വിളിക്കുക. The lung is an organ. ലങ് എന്ന് പറയുന്നത്, നമ്മുടെ ശ്വാസകോശം എന്ന് പറയുന്നത് എന്താണ്, ഒരു ഓർഗനാണ്, ഒരു അവയവമാണ്. സിമിലർലി നോസ്ട്രിൽസ് ആൻഡ് ട്രക്കിയ ആർ ഓൾസോ ഓർഗൻസ്. ലങ്സ് പോലെ തന്നെയാണ് നോസ്ട്രിൽസും ട്രക്കിയയും വേറെ വേറെ ഓർഗൻസ് ആണ്. ടുഗെദർ ദേ ഫോം ദ റെസ്പിറേറ്ററി ഓർഗൻ. ഇനി ഇത് 3ഉം കൂടെ കമ്പൈൻ ചെയ്തിട്ട് എന്താവുന്നു, റെസ്പിറേറ്ററി സിസ്റ്റമായി മാറുന്നു. സർക്കുലേറ്ററി സിസ്റ്റം ഈസ് അനദർ ഓർഗൻ സിസ്റ്റം. അതുപോലെ തന്നെയാണ് നമ്മളുടെ സർക്കുലേറ്ററി സിസ്റ്റവും മറ്റൊരു ഓർഗൻ സിസ്റ്റമാണ്. എൻ ഓർഗാനിസം ഈസ് ഫോംഡ് ബൈ ദ കോമ്പിനേഷൻ ഓഫ് സച്ച് ഓർഗൻ സിസ്റ്റം. ഈ ഓർഗൻ സിസ്റ്റംസ് എല്ലാം കൂടെ കമ്പൈൻ ചെയ്തിട്ടാണ്, അല്ലെങ്കിൽ കൂടി ചേർന്നിട്ടാണ് ഒരു ഓർഗാനിസം ഫോം ചെയ്യുന്നത്, ഒരു ജീവി ഫോം ചെയ്യുന്നത്. ഒബ്സർവ് ദ ഇല്ലസ്ട്രേഷൻ ഓഫ് ദ ജേർണി ഓഫ് എ സെൽ ടു ആൻ ഓർഗാനിസം. സെല്ലിൽ നിന്ന് ഒരു ഓർഗാനിസമായി മാറുന്നതിന്റെ പിക്ചർ, ഒരു ഫ്ലോ ചാർട്ട് താഴെ തന്നിട്ടുണ്ട്. നോക്കൂ മക്കളെ, ആദ്യം സെൽസ് ആണ്, പിന്നെ ഗ്രൂപ്പ് ഓഫ് സെൽസിന് നമ്മൾ ടിഷ്യൂസ് ആയി മാറി. ഈ ഓരോ ടിഷ്യൂസ്, അതായത് ടിഷ്യൂസിന്റെ ഗ്രൂപ്പ് ചേർന്നിട്ട് എന്തായി, ഓർഗൻസ് ആയിട്ട് മാറി. ചില പ്രത്യേക ഓർഗൻസ് ചേർന്നിട്ട് കമ്പൈൻ ചെയ്തിട്ട് ഒരു സെയിം ഫങ്ഷൻ നിർവഹിക്കുന്ന ഓർഗൻ സിസ്റ്റമായി മാറി. ഈ ഓർഗൻ സിസ്റ്റംസ് എല്ലാം കൂടെ കൂടിയിട്ടാണ് ഒരു ഓർഗാനിസമായിട്ട് മാറിയിട്ടുള്ളത്. കംപ്ലീറ്റ് ദ ഫ്ലോ ചാർട്ട് ആൻഡ് റെക്കോർഡ് ഇറ്റ് ഇൻ ദ സയൻസ് ലാബിൽ. ഈ ഫ്ലോ ചാർട്ട് പൂർത്തിയാക്കാനാണ് നിങ്ങളോട് പറഞ്ഞിട്ടുള്ളത്. നോക്കൂ, സെൽസ്, ടിഷ്യൂസ്, ദെൻ ഓർഗൻസ്, ഓർഗൻ സിസ്റ്റംസ്,
ഓർഗാനിസം. ഇനി കുട്ടി പറയുന്നത് നോക്കൂ. ഓ മീ who started my life journey as tiny cells have now grown this much bigger. ഒരു ചെറിയ സെല്ലായിരുന്ന ഞാനാണ് ഇപ്പൊ എന്തായത് ഇത്രയും വലുതായത് എന്ന്. അല്ലേ? കറക്റ്റ് ആണ് അല്ലേ മക്കളെ? നമ്മളൊരു സെല്ലിൽ നിന്നാണ് നമ്മൾ ഇത്രയും വലുതാവുന്നത്. സെല്ല് മൾട്ടിപ്ലൈ ചെയ്ത് അതിന്റെ നമ്പർ കൂടിയിട്ടാണ് നമ്മൾ ഇത്രയും വലുതാവുന്നത്. ഇനി നമുക്ക് വലുതാവാൻ കിടക്കുന്നത് എങ്ങനെയാണ്? സെൽസിന്റെ നമ്പർ കൂടിയിട്ടാണ്. The living world is full of diversity. This diversity begins at the very micro level. ലിവിങ് വേൾഡ് എന്ന് പറയുന്നത് നമ്മൾ ജീവിക്കുന്ന ലോകം വളരെയധികം വ്യത്യസ്തകൾ നിറഞ്ഞതാണ്. ഈ വ്യത്യസ്തത ഒരു മൈക്രോ ലെവലിൽ നിന്ന്, അതായത് സെൽസിൽ നിന്ന് തുടങ്ങുന്നുണ്ട്. സെൽസ് വരെ ഡിഫറെന്റ് ആണ് അല്ലേ? അതിൽ നിന്ന് തന്നെ ഡൈവേഴ്സിറ്റി തുടങ്ങുന്നുണ്ട്. ഹൗ മെനി ഡിഫറെന്റ് ഓർഗാനിസംസ് ആർ ദെയർ റേഞ്ചിങ് ഫ്രം യൂണിസെല്ലുലാർ ടു മൾട്ടിസെല്ലുലാർ. യൂണിസെല്ലുലാർ മുതൽ മൾട്ടിസെല്ലുലാർ വരെ എത്ര ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഓർഗാനിസംസ് ഉണ്ട് നമുക്ക് ചുറ്റും. യു ക്യാൻ സീ സിമിലാരിറ്റീസ് ആൻഡ് ഡിഫറൻസസ് ബിറ്റ്വീൻ ദം. ഈ ജീവികളിലെല്ലാം നമുക്ക് അവ തമ്മിലുള്ള സിമിലാരിറ്റീസും കാണാം, അതുപോലെ ഡിഫറൻസസും കാണാം. ദിസ് ഈസ് ദ ബ്യൂട്ടി ഓഫ് നേച്ചർ. നമ്മുടെ നേച്ചറിന്റെ ബ്യൂട്ടി എന്ന് പറയുന്നതും ഈ ഡിഫറൻസസ് തന്നെയാണ്, അല്ലെങ്കിൽ ഈ ഡൈവേഴ്സിറ്റി തന്നെയാണ്. ഫ്രണ്ട്സ്, യു ഷുഡ് ടേക്ക് കെയർ ടു ഗോ ഹെഡ് ഇൻ ലൈഫ് ബൈ നോയിങ് ആൻഡ് എൻജോയിങ് നേച്ചർ വിത്തൗട്ട് ഡിസ്റ്റർബിങ് ഇറ്റ്. പ്രകൃതിയെ അറിഞ്ഞും പ്രകൃതിയെ സ്നേഹിച്ചും പ്രകൃതിയിലുള്ള ലൈഫ് എൻജോയ് ചെയ്തും അതിനെ ഉപദ്രവിക്കാതെ മുന്നോട്ട് പോവാന് സുഹൃത്തുക്കൾക്ക് എല്ലാവർക്കും കഴിയണേ. അപ്പൊ ഈ ഒരു എന്താ പറയാ ഒരു മെസ്സേജാണ് ഈ ചാപ്റ്ററിൽ നിന്ന് നമ്മൾ പഠിക്കേണ്ടത്. ഇനി നമുക്ക് ഇതിലെ അസസ്മെന്റ് ക്വസ്റ്റ്യൻസ് നോക്കാം. ലെറ്റ് us assess questions. Question 1. Some statements related to cells are given. Identify the incorrect statement. സെൽസുമായിട്ട് റിലേറ്റ് ചെയ്ത കുറച്ച് സ്റ്റേറ്റ്മെന്റ് നമുക്ക് താഴെ തന്നിട്ടുണ്ട്. അതിൽ ശരിയല്ലാത്ത സ്റ്റേറ്റ്മെന്റ്സ് ഏതൊക്കെ? എ നോക്കൂ. ഓൾ സെൽസ് ഹാവ് സെൽ വോൾ. എല്ലാ സെൽസിനും സെൽ വോൾ ഉണ്ട്. തെറ്റാണ്. പ്ലാന്റ് സെൽസിന് മാത്രമേ സെൽ വോൾ ഉള്ളൂ. ആനിമൽ സെൽസിന് സെൽ വോൾ ഇല്ല. ഓൾ സെൽസ് ഹാവ് സെൽ മെംബ്രെയിൻ. എല്ലാ സെൽസിനും സെൽ മെംബ്രെയിൻ ഉണ്ട്. അത് ശരിയാണ്. ആനിമൽ സെൽസിനും പ്ലാന്റ് സെൽസിനും ഒക്കെ സെൽ മെംബ്രെയിൻ ഉണ്ട്. ഓൾ സെൽസ് ഹാവ് ക്ലോറോപ്ലാസ്റ്റ്. എല്ലാ സെൽസിനും ക്ലോറോപ്ലാസ്റ്റ് ഉണ്ട്. അതും തെറ്റാണ്. പ്ലാന്റ് സെല്ലിൽ മാത്രമേ ക്ലോറോപ്ലാസ്റ്റ് ഉള്ളൂ. ഓൾ സെൽസ് ഹാവ് സൈറ്റോപ്ലാസം. എല്ലാ സെൽസിനും സൈറ്റോപ്ലാസം ഉണ്ട്. അത് ശരിയാണ്. Question 2. Read the given statement. Plant body is made up of cells. Animal body is made up of cells. What conclusion can be drawn from this statement? അപ്പോൾ പ്ലാന്റ് ബോഡി ഉണ്ടാക്കിയിട്ടുള്ളത് സെൽസ് കൊണ്ടാണ്, അനിമൽ ബോഡി ഉണ്ടാക്കിയിട്ടുള്ളത് സെൽസ് കൊണ്ടാണ്. അങ്ങനെ ഒരു സ്റ്റേറ്റ്മെന്റ് നമുക്ക് തന്നിട്ടുണ്ട്. ആ സ്റ്റേറ്റ്മെന്റിൽ നിന്ന് നമുക്ക് എന്ത് കൺക്ലൂഷനിലാണ് എത്താനായിട്ട് പറ്റുക? ഫസ്റ്റ് നോക്കൂ. ദർ ഇസ് നോ ഡൈവേഴ്സിറ്റി എമംഗ് ദ സെൽ ഓഫ് ലിവിങ് ഓർഗാനിസംസ്. ലിവിങ് ഓർഗാനിസംസിന്റെ സെൽസിൽ ഡൈവേഴ്സിറ്റി ഇല്ല. അത് തെറ്റാണ്. ഡൈവേഴ്സിറ്റി ഉണ്ട് അല്ലേ? സെൽസ് ആർ ദ ബിൽഡിംഗ് ബ്ലോക്സ് ഓഫ് ഓൾ തിങ്സ്. എല്ലാ ജീവികളുടെയും ബിൽഡിംഗ് ബ്ലോക്സ് എല്ലാ ജീവികളുടെയും എല്ലാ വസ്തുക്കളുടെയും ഈ ബിൽഡിംഗ് ബ്ലോക്സ് സെൽസ് ആണ്. അത് തെറ്റാണ്. എല്ലാ വസ്തുക്കളുടെയും ബിൽഡിംഗ് ബ്ലോക്സ് സെൽസ് അല്ല. എല്ലാ ജീവനുള്ള വസ്തുക്കളുടെ മാത്രം ബിൽഡിംഗ് ബ്ലോക്സ് ആണ് സെൽസ്. അല്ലാത്ത എല്ലാ വസ്തുക്കളുടെയും ബിൽഡിംഗ് ബ്ലോക്സ് ബിൽഡിംഗ് ബ്ലോക്സ് ആറ്റംസ് ആണ്, അല്ലെങ്കിൽ മോളിക്യൂൾസ് ആണ് അല്ലേ? സെൽസ് ആർ ദ ബിൽഡിംഗ് ബ്ലോക്സ് ഓഫ് ഓൾ ലിവിങ് തിങ്സ്. ജീവനുള്ള എല്ലാ വസ്തുക്കളുടെയും ബിൽഡിംഗ് ബ്ലോക്സ് സെൽസ് ആണ്. അത് ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. ഓർഗൻ സിസ്റ്റംസ് ഇൻ ആനിമൽ ബോഡി ആൻഡ് പ്ലാന്റ് ബോഡി ആർ ദ സെയിം. ആനിമൽ ബോഡിയുടെയും പ്ലാന്റ് ബോഡിയുടെയും ഓർഗൻ സിസ്റ്റംസ് ഒരുപോലെയാണ്. അതും തെറ്റാണ്. Question 3. Arrange the following in sequential order. Cells, organisms, tissues, organ systems, organ. താഴെ തന്നിട്ടുള്ളതിന് നമുക്ക് കറക്റ്റായിട്ട് ഓർഡറിൽ എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. ആദ്യം സെൽസ്, പിന്നെ സെൽസിന്റെ ഗ്രൂപ്പ്സ് ചേർന്ന് ടിഷ്യൂസ് ആവുന്നു. ടിഷ്യൂസിന്റെ ഗ്രൂപ്പ്സ് ചേർന്ന് ഓർഗൻ ആവുന്നു. ഓർഗന്റെ ഗ്രൂപ്പ് ചേർന്ന് ഓർഗൻ സിസ്റ്റം ആവുന്നു. ഓർഗൻ സിസ്റ്റം കമ്പൈൻ ചെയ്തിട്ട് ഓർഗാനിസമായി മാറുന്നു. Question 4. Unicellular organisms have smaller cells and multicellular organisms have larger cells. What is your response to this statement? യൂണിസെല്ലുലാർ ഓർഗാനിസംസിന് ചെറിയ സെല്ലും മൾട്ടിസെല്ലുലാർ ഓർഗാനിസംസിന് വലിയ സെല്ലും ആണുള്ളത് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഈ സ്റ്റേറ്റ്മെന്റിനോട് നിങ്ങളുടെ ഒപ്പീനിയൻ എന്താണ്? ദി സ്റ്റേറ്റ്മെന്റ് ഈസ് നോട്ട് ട്രൂ. ഈ സ്റ്റേറ്റ്മെന്റ് എന്താണ്? ശരിയല്ല, അല്ലെ ഫോൾസ് ആണ്. ദ ഡിഫറൻസ് ഇൻ സൈസ് ബിറ്റ്വീൻ ഓർഗാനിസംസ് ഈസ് ഡ്യൂ ടു ദ ഡിഫറൻസ് ഇൻ ദ നമ്പർ ഓഫ് സെൽസ്. ഓരോ ഓർഗാനിസംസ് തമ്മിലുള്ള വലുപ്പത്തിന്റെ വ്യത്യാസത്തിന് കാരണം അതിലെ നമ്പർ ഓഫ് സെൽസിലുള്ള മാറ്റമാണ്. സെൽസിന്റെ എണ്ണത്തിലുള്ള മാറ്റമാണ്, വലുപ്പത്തിലുള്ള മാറ്റമല്ല. യൂണിസെല്ലുലാർ ഓർഗാനിസംസ് ഹാവ് ഓൺലി വൺ സെൽ, ദാറ്റ് ഈസ് വൈ വി കനോട്ട് സീ ദം. യൂണിസെല്ലുലാർ ഓർഗാനിസംസിന് ആകെ ഒരു സെല്ല് മാത്രമേ ഉള്ളൂ, അതുകൊണ്ട് നമുക്ക് അവയെ കാണാനായിട്ട് സാധിക്കുന്നില്ല. ബട്ട് ഇൻ മൾട്ടി സെല്ലുലാർ ഓർഗാനിസംസ് ദ നമ്പർ ഓഫ് സെൽസ് വാരീസ്. പക്ഷെ മൾട്ടി സെല്ലുലാർ ഓർഗാനിസംസിൽ
എണ്ണത്തിൽ മാറ്റമുണ്ട്. ആസ് ദ നമ്പർ ഓഫ് സെൽസ് ഇൻക്രീസസ് ദ സൈസ് ഓഫ് ദ ഓർഗാനിസംസ് ഓൾസോ ഇൻക്രീസസ്. സെൽസിന്റെ എണ്ണം കൂടുമ്പോൾ അതിന്റെ ആ ഓർഗാനിസത്തിന്റെ ആ ജീവിയുടെ വലുപ്പവും കൂടുന്നു. അല്ലാതെ സെൽസിന്റെ വലുപ്പത്തിലല്ല മാറ്റം വരുന്നത്, എണ്ണത്തിലാണ് മാറ്റം വരുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാട്ടോ മക്കളെ ഈ ചാപ്റ്ററിൽ നിങ്ങൾക്ക് പഠിക്കാനായിട്ടുള്ളത്. പാഠഭാഗവും അതിൽ ചെയ്ത പ്രവർത്തനങ്ങളൊക്കെ എല്ലാ മക്കൾക്കും മനസ്സിലായിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു. വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് നമ്മുടെ ക്ലാസ് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കരുത്. അതുപോലെ 6ാം ക്ലാസ്സിലെ മറ്റു വിഷയങ്ങളുടെ വീഡിയോസിന് വേണ്ടി ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വയ്ക്കാനും മറക്കരുത്. ഇന്നത്തെ ക്ലാസ്സിനെ കുറിച്ചുള്ള അഭിപ്രായങ്ങളൊക്കെ മറക്കാതെ കമന്റ് ബോക്സിലൂടെ അറിയിക്കണേ. അപ്പോൾ ശരി, നമുക്ക് അടുത്ത ക്ലാസ്സിന് വീണ്ടും കാണാം. താങ്ക്